ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. തിളക്കം മങ്ങിയെങ്കിലും മൂന്നാം മോദി കാലത്തെ മതിക്കുന്നത് മുൻകാല ചെയ്തികൾ തന്നെ. വിഭാഗീയതയും താൻ പോരുമയും ഖനീഭവിച്ച പ്രവൃത്തികൾ തുടരുകയാണ്. നീറ്റ് പരീക്ഷയിൽ കാണുന്നതും മറ്റൊന്നല്ല, വ്യാപക ക്രമക്കേടുകൾ, മോദിയുടെ വിദ്യാഭ്യാസ നയങ്ങളുടെ വൈകല്യം തന്നെ. രാജ്യം കാണെ 1992 തകർത്തിട്ട സംഭവങ്ങൾ പോലും വിദ്യാർത്ഥിയുടെ അറിവിൽ നിന്ന് വെട്ടിനീക്കുന്നു. NCERTയുടെ സിലബസുകളിലെ കയ്യേറ്റത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ബാബറി മസ്ജിദിൻ്റെ പേരുവെട്ടൽ. തീർന്നില്ല. ജനങ്ങളുടെ ജീവിതത്തിന് പുറമെ ജീവനും ഹനിക്കുന്ന റെയിൽ അപകടങ്ങൾ, നിരന്തരമായ ട്രെയിൻ അപകടങ്ങൾ ഭരണകൂട വീഴ്ചയോ അതോ യാദൃച്ഛികമോ? സ്വകാര്യവൽക്കരണവും തൊഴിലാളി വിരുദ്ധതയും റെയിൽവേയെ തകർക്കുന്നു എന്ന് ഇതിനകം തന്നെ ആക്ഷേപമുണ്ട്. ട്രെയിൻ അപകടത്തിൻ്റെ ധാർമ്മികതയിൽ രാജിവെച്ച മുൻകാല പാരമ്പര്യം ഈ ഘട്ടത്തിൽ ഓർത്തുപോവുകയാണ്. ബുക്കർ സമ്മാന വിജയി അരുന്ധതി റോയിയെ അടക്കം UAPA ചുമത്തുന്ന ഭരണകൂട ഭീകരതയും രാജ്യം ചർച്ച ചെയ്യുകയാണ്. നീറ്റ് അഴിമതി രാജ്യത്തിൻ്റെ മെഡിക്കൽ യശസ്സിനെ തന്നെ തളർത്തുന്നതാണ്. തെരുവിലെ പ്രതിഷേധങ്ങൾക്കൊപ്പം SFI നീതിപീഠത്തെ സമീപിച്ചു. ഇനി എല്ലാ പ്രതീക്ഷകളും പരമോന്നത കോടതിയിലാണ്. ഇനിയുള്ള ലോക്സഭാ സമ്മേളനങ്ങളിൽ ഇന്ത്യ മുന്നണിയിലേക്ക് രാജ്യം ഉറ്റുനോക്കുകയാണ്. രാജ്യത്തെ നീറ്റുന്ന മോദി കാലത്തെ പരിഹാരങ്ങൾ എന്തൊക്കെ? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നു. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികൾ: PMR ഷോ, SFI സംസ്ഥാന സെക്രട്ടറി; ഡോക്ടർ ഫസൽ ഗഫൂർ, MES പ്രസിഡന്റ്; ഈശ്വരപ്രസാദ്, ABVP. ഡോക്ടർ ഫസൽ ഗഫൂർ, ഞാനിപ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ചത് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെയൊക്കെ കൺമുമ്പിലൂടെ കടന്നുപോയ ദേശീയ സാഹചര്യങ്ങളെ ആകെ ഒന്ന് സ്പർശിച്ചുകൊണ്ടാണ്. അതിൽ തന്നെയും നമ്മൾ രാജ്യത്തെ മെഡിക്കൽ വിദ്യാഭ്യാസം ഗുരുതരമായൊരു പ്രതിസന്ധിയിൽ എത്തി നിൽക്കുന്നു. വലിയ അഴിമതിക്ക് സ്കോപ്പുള്ള, വലിയ നിലയിൽ ആ അഴിമതി മാഫിയയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് നീറ്റ് പരീക്ഷകൾ മാറിയിട്ടുണ്ട് എന്ന ഒരു ഗൗരവമായ അവസ്ഥ നിൽക്കുകയാണ്. ഇതിൻ്റെ പവിത്രത തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ഗൗരവമായ പരാമർശം സുപ്രീം കോടതിയിൽ നിന്ന് വന്ന അനുഭവമുണ്ട്. വീണ്ടും പാറ്റ്നയിലൊക്കെ കേസെടുത്തതാണ്, അവിടെയും ചോദ്യപേപ്പർ ചോർന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലായി വരുന്നു. ഇതിൻ്റെ ഒരു വിഷയത്തിലേക്ക് ഗൗരവമായി തന്നെയും പോകാം. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ മുമ്പിലേക്ക് വന്ന, നമ്മുടെ അനുഭവങ്ങളിലേക്ക് വന്ന പല വിഷയങ്ങളും ഞാൻ സ്പർശിച്ചത്. ഈ ഗൗരവമായ ഈ വിഷയത്തിൽ ഡോക്ടർ ഫസൽ ഗഫൂർ എന്താണ് പറയുന്നത്? ഈ നീറ്റ് പരീക്ഷ അതിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടോ? അതിൻ്റെ മൂല്യനിർണ്ണയം ഗുരുതര പിഴവുകൾ നിറഞ്ഞതാണോ? ഈ പരീക്ഷ ഈ രൂപത്തിൽ ഇനി രാജ്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണോ? ആദ്യം തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ നീറ്റ് പരീക്ഷ മെഡിക്കൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ സാധാരണ വിദ്യാഭ്യാസം തന്നെ അതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്, ഒരു സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഭരണഘടന പ്രകാരം. അത് നിർഭാഗ്യവശാൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എമർജൻസി കാലഘട്ടത്തിൽ ഇതൊക്കെ എടുത്തിട്ട് കൺകറൻറ്റ് ലിസ്റ്റിൽ കൊണ്ടുപോയിട്ടു. ഇട്ടതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ സ്റ്റേറ്റിന് ഇതിലൊക്കെ പോയിട്ട് ഇടപെടാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ആ സാഹചര്യം ആണ് സംഭവിച്ചത്. പക്ഷേ എന്നാൽ കൂടി അനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ കോടതിയിൽ ഒരു വർഷം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ആർഷോ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഒറ്റ ചോദ്യം ആർഷോനോട് മാത്രം ചോദിക്കുന്നു. ആർഷോ, ഈ കോച്ചിങ്ങിൻ്റെ ഈ കാലഘട്ടത്തിൽ 1 ലക്ഷം രൂപ തൊട്ട് 10 ലക്ഷം രൂപ ഒരു കൊല്ലം കോച്ചിങ് ക്യാമ്പിന് വേണ്ടി ചിലവാക്കുന്ന കാലഘട്ടത്തിൽ, മെഡിക്കൽ ഫീസ് ഏകീകൃതമാക്കിയ ഈ കാലഘട്ടത്തിൽ എത്ര പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഇന്ത്യയിൽ പഠിക്കാൻ പറ്റും മെഡിസിന്? വളരെ സിമ്പിളാണ്. എത്ര ദളിത് SC/ST വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റും? ഇതാണ് ചോദ്യം. കാരണം മുമ്പൊരിക്കൽ ഉണ്ടായിരുന്ന ഒരു എൻട്രൻസ് എക്സാമിൽ കേരളത്തിൽ നടത്തിയപ്പോൾ തന്നെ അന്ന് തന്നെ ഇവർക്ക് മിനിമം കട്ട് ഓഫ് മാർക്കില്ല ഈ SC/ST വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇത്തരത്തിൽ ബൃഹത്തായ ഒരു നീറ്റ് സെറ്റപ്പ് ഉണ്ടാക്കി തെറ്റാന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. സ്റ്റേറ്റിൻ്റെ പരിധിയിൽപ്പെട്ടൊരു സാധനം എടുത്ത് മാറ്റിയിട്ട് കേന്ദ്രത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് വെച്ചു, നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റിയുടെ കയ്യിൽ കൊണ്ടുവച്ചു. എന്നിട്ടിപ്പോൾ എന്താ നടക്കണമെന്നും കൂടെ പറഞ്ഞുതരാം. സീറ്റുകൾ, കോളേജുകൾ കൂടുതൽ സൗത്ത് ഇന്ത്യയിലും അപേക്ഷകർ കൂടുതൽ വടക്കേ ഇന്ത്യയിലുമാണ്. അപ്പം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കോളേജുകളിലൊക്കെ സീറ്റുകൾ എടുത്ത് കൊടുക്കുകയാണ് വടക്കേ ഇന്ത്യയിൽ. കൊടുക്കണം കൊണ്ട് വിരോധമില്ല, അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് വെക്കുന്നത് ശരിയല്ല എന്ന് നമുക്ക് അനുസരിക്കും. പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ള എന്താണ്, ഇത് മധ്യപ്രദേശിൽ വ്യാപം സ്കാം മനസ്സിലായില്ലേ?
അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ഔട്ട് ചെയ്തു, ക്വസ്റ്റ്യൻ പേപ്പർ വിറ്റു, അവിടെ ഒരുപാട് കുട്ടികൾ എന്താ പറയുക അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കാണാതായി, അല്ലെ ഒരു മരണപ്പെട്ടു, അങ്ങനെയുള്ള വലിയ സംഭവങ്ങൾ. അതിലോട്ട് മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ബീഹാറിൽ വ്യാപകമായ തോതിൽ എല്ലാ പരീക്ഷയിലും കോപ്പിംഗ് നടക്കുന്നുണ്ട്, IAS എക്സാം പരീക്ഷ അടക്കം എന്ന് ഒരു ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അവിടെ 30 ലക്ഷം രൂപ കൊടുത്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിച്ചു എന്ന്. അതേമാതിരി തന്നെ ക്രമക്കേട് നമ്മൾ മനസ്സിലാക്കുന്നു ഗുജറാത്തിലുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ വടക്കേ ഇന്ത്യയിൽ മൊത്തം ഉണ്ടാവും, ഇപ്പോൾ പുറത്തു വരാത്തതിനെ കൊണ്ടാണ്. അതുകൊണ്ട് ഈ കോച്ചിങ് എന്താ പറയുക ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം തന്നെ ഒരു നീരാളിപ്പിടുത്തത്തിൽ ഈ നീറ്റിനെ ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്താ വെച്ചാൽ നീറ്റ് പരീക്ഷ റദ്ദാക്കിയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തട്ടെ എന്ന്. ഇത് സ്റ്റേറ്റിൻ്റെ മെഡിക്കൽ കോളേജസിലോട്ടുള്ളതല്ലേ, സ്റ്റേറ്റ് നടത്തുന്നത്. എന്തിനാണ് കേന്ദ്രം നടത്തുന്നത്? ഇതിപ്പോൾ കേന്ദ്രം നടത്തി, നാളെ കേന്ദ്രം പറയാം AICTEയുടെ എല്ലാ കോളേജസും അതിൻ്റെയും ഞങ്ങൾ നടത്തുക. പിന്നെ ഏക ഇന്ത്യ എന്നൊക്കെ പറയണത് അതെല്ലാം ഒരു നമ്മൾ എന്താ പറയുക ധാർമ്മികമായിട്ടുള്ളൊരു വിഷയമോ ഒരു സാംസ്കാരികമായിട്ടുള്ള വിഷയമായിട്ടൊക്കെ എടുക്കുക. പക്ഷേ വിദ്യാഭ്യാസ രംഗത്ത് ഏക ഇന്ത്യയിലോ ഏക ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓരോരോ സ്ഥലത്തെ വിദ്യാഭ്യാസത്തിൻ്റെ സ്റ്റാൻഡേർഡ് വ്യത്യസ്തമാണ്. ഇപ്പോൾ ബീഹാറിലെ സ്റ്റാൻഡേർഡ് അല്ലല്ലോ കേരളത്തിലുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇത് നീറ്റ് പരീക്ഷ റദ്ദാക്കണം. SFI അവിടെ പോയിട്ടുണ്ട് അവിടെ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ആർഷോനെ അഭിസംബോധന ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ നീറ്റ് പരീക്ഷ മറ്റേ സംവിധാനം ഇനി വേണ്ടാന്ന് വെക്കാനായിട്ട് സ്റ്റാലിൻ പറഞ്ഞ മാതിരി നമ്മൾ അവിടെ മുന്നോട്ട് വെക്കണം. സ്റ്റാലിൻ ആദ്യം തൊട്ടേ പറയുന്നുണ്ട്, DMK ആദ്യം തൊട്ടേ പറയുന്നുണ്ട് ഇത് സ്റ്റേറ്റിൻ്റെ അവകാശങ്ങളുള്ള കൈയെടുത്തലാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ് എല്ലാത്തിലും കൈയെടുത്തുന്നു. അപ്പോൾ ഇതൊരു കൈയെടുത്തലായിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ കാണുന്നത്. ബാക്കി കാര്യങ്ങൾ നമ്മൾ പോണ പോക്കിൽ ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആർഷോ, ഇന്നിപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ SFI ഈ കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ജൂലൈ മാസം ആദ്യ വാരം ഈ കേസ് അതിൻ്റെ അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനും മറ്റുമായി സുപ്രീം കോടതി കേൾക്കുന്നുണ്ട്. ഇടക്കാല ഉത്തരവ് ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഒന്നൊഴിയാതെ ഉത്തരേന്ത്യയിൽ നിന്നിങ്ങനെ ഈ നിലയിലുള്ള ചോദ്യപേപ്പർ ചോർച്ചയുടെ വാർത്തകൾ വന്നിട്ടുണ്ട്. ഇന്നും ആ നിലയിൽ ബീഹാറുമായി ബന്ധപ്പെട്ട് വാർത്തയുണ്ട്. ഗുജറാത്തിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ ഒരു തുടക്കം. അവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അവിടെ വന്ന് പരീക്ഷ എഴുതിയ വിചിത്രമായ ഒരു സാഹചര്യമുണ്ട്. അതായത് ഒഡീഷ, കർണാടക, ജാർഖണ്ഡ് ഇവിടെ നിന്നൊക്കെയുള്ളവർ ഗോദ്രയിൽ വന്ന് പരീക്ഷ എഴുതി 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. പരീക്ഷ 10 ലക്ഷം നൽകി. അതുപോലെ തന്നെ അങ്ങനെ വാങ്ങിയ ഒരു അധ്യാപകനെ ഗുജറാത്ത് പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. അതുപോലെ പരീക്ഷ എഴുതിയ 26 പേരിൽ 16 പേരുടെ വിവരങ്ങളടങ്ങിയ ലിസ്റ്റ് അധ്യാപകൻ്റെ പക്കൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദ്യപേപ്പർ മാഫിയ സജീവമാണ്. അപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ അത് ഒരു ഉത്തരേന്ത്യയിൽ വളരെ പടർന്നു പന്തലിച്ച് നിൽക്കുന്നു. ഈ രാജ്യത്തെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം തകർക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോവുകയും അനർഹരായവർ ഇതിനകത്ത് കടന്നുകൂടുകയും ചെയ്യും. രാജ്യത്തെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ എന്താകും? ഈ പരീക്ഷയുമായി രാജ്യത്തിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയുമോ? സുപ്രീം കോടതി വിലയിരുത്താൻ പോകുന്നൊരു ഘട്ടത്തിൽ ഈ കേസിൽ കക്ഷി ചേരുമ്പോൾ, ഹർജിയുമായി പോകുമ്പോൾ SFI എടുക്കുന്ന നിലപാടെന്താണ്? നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം തന്നെയാണ് ഞങ്ങളുടെ സംഘടനയുടെ ഔദ്യോഗികമായിട്ടുള്ള അഭിപ്രായം. നീറ്റ് പരീക്ഷ അവതരിപ്പിക്കപ്പെട്ട ഘട്ടത്തിൽ തന്നെ വളരെ കൃത്യമായി അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള സംഘടനയാണ് SFI. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ മെഡിക്കൽ എൻട്രൻസ് പ്രവേശന പരീക്ഷ നടത്തണം എന്നുള്ള അഭിപ്രായം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഈ പറഞ്ഞ നീറ്റ് വന്ന ഘട്ടം മുതൽ അതിശക്തമായിട്ടുള്ള ഇടപെടലുകളും സമരങ്ങളും സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്ന സംഘടനയാണ് SFI. ഈ നീറ്റ് പരീക്ഷയിലേക്ക് വരുന്ന ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടെ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാദം, നീറ്റ് അനുകൂലികൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാദം സംസ്ഥാനങ്ങൾക്കകത്ത് നടക്കുന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ ഇടയുള്ള ക്രമക്കേടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിലയിൽ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഏകീകരിച്ച പരീക്ഷ നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നു എന്നുള്ളതായിരുന്നു. എന്നാൽ അതിൻ്റെ തുടർച്ചയിലെത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ഇന്ത്യ കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും വലിയ ക്രമക്കേടായി, ഏറ്റവും വലിയ അഴിമതിയായി ദശലക്ഷക്കണക്കിന് 24 ലക്ഷത്തോളം കുട്ടികൾ നീറ്റ് പരീക്ഷ എഴുതിയിട്ടുണ്ട്. ദശലക്ഷക്കണക്കിന് കുട്ടികളെ വഞ്ചിക്കുന്ന നിലയിലേക്കുള്ള തട്ടിപ്പായിട്ട് നീറ്റ് പരീക്ഷ മാറിയതിൻ്റെ അനുഭവമാണ് നമ്മുടെ മുൻപിലുള്ളത്. ഇതിനോടകം തന്നെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ
ഇതിനകത്തൊരു തരത്തിലുള്ള പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ല, മറ്റ് ക്രമക്കേടുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്നുള്ളതായിരുന്നു വാദമെങ്കിൽ ഈ ഘട്ടം എത്തുമ്പോഴേക്കും വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള അറസ്റ്റുകൾ ഉണ്ടാകുന്നു. കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ക്രമക്കേട് നടന്നു എന്ന് സമ്മതിക്കുന്നതിന് അടുത്തേക്ക് കേന്ദ്ര ഗവൺമെന്റിന് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. പലയിടങ്ങളിൽ ഇപ്പോൾ ആദ്യഘട്ടം നേരത്തെ സുപ്രീം കോടതിക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് ഇടക്കാല വിധി ഉണ്ടായത് ഗ്രേസ് മാർക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട് മാത്രമാണ് 1563 കുട്ടികൾക്ക്. ഇപ്പോൾ നീറ്റിൻ്റെ ചരിത്രത്തിൽ നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത നിലയിൽ, അതായത് ഒരു പരാതിയും ഉയർന്നു വരുന്നതിന് മുൻപ് തന്നെ ഒരു പരാതിയും ഇല്ലാതെ തന്നെ ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുന്നു. ആ ഗ്രേസ് മാർക്ക് സംശയാസ്പദവും അതിനേക്കാൾ വിചിത്രവും മാത്രമാണ് വന്നിട്ടുള്ളത്. ദുരൂഹവുമാണ് ആ തീരുമാനം. സമയത്തിനുള്ളിൽ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല എന്ന് പരാതിപ്പെട്ടു എന്നതിൻ്റെ പേരിൽ 1563 വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് അനുവദിക്കുക. സുപ്രീം കോടതിയിലേക്ക് മിടുക്കരായ വിദ്യാർത്ഥികൾ പോയതോടെ കളി മാറി, അത് റദ്ദാക്കേണ്ടി വന്നു, ഗ്രേസ് മാർക്ക് റദ്ദാക്കേണ്ടി വന്നു. ആർഷോ, അല്ല, ഇതിൽ പല ഘട്ടത്തിലും ദുരൂഹത കാണാൻ വേണ്ടി കഴിയുന്നുള്ളത്. ഒന്ന്, ഈ റിസൾട്ട് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കപ്പെടേണ്ടുന്നതിനേക്കാൾ 10 ദിവസം മുൻപേ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. ഏത് ദിവസം നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പ്രസിദ്ധീകരിച്ചാൽ ഈ കള്ളത്തരങ്ങളൊന്നും രാജ്യം കണ്ടുപിടിക്കില്ല എന്നാണോ അക്കൂട്ടരുടെ മനസ്സിലുണ്ടായിരുന്നത്? അതെ, തീർച്ചയായിട്ടും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതിനേക്കാൾ 10 ദിവസം മുൻപ് ഈ പൊതുതെരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ പശ്ചാത്തലത്തിൽ മുഴുവൻ ശ്രദ്ധയും അതിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ട് നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇതിന്റെ റിസൾട്ട് പബ്ലിക്കേഷൻ ഉണ്ടായത് എന്നുള്ളത് തന്നെ ഇത് വലിയ ആസൂത്രണം. ഇതിപ്പോ ചില അറസ്റ്റുകൾ ചില സംസ്ഥാനങ്ങൾക്കകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളിടത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഇതിൽ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ അടക്കം അറിവോടുകൂടി വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് സ്വാഭാവികമായും ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കും ഈ നിലയിലുള്ള കാര്യങ്ങളിലേക്കും നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. ആ നിലക്ക് പണം ഇപ്പോൾ ഇതിനോടകം ഇന്നൊക്കെ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 30 ലക്ഷം രൂപയടക്കം നൽകിയ കുട്ടികളും രക്ഷിതാക്കളും ഉണ്ടെന്ന് പറയുന്നത് ചോദ്യപേപ്പറിന് വേണ്ടിയിട്ട്. ചോദ്യപേപ്പറിൻ്റെ ചോർച്ചയുണ്ടാകുന്നു. ഈ പറഞ്ഞ പോലെ റിസൾട്ട് പബ്ലിഷ് ചെയ്യപ്പെടുമ്പോൾ ഒരിക്കലും വിശ്വാസയോഗ്യമല്ലാത്ത നിലയിലേക്കുള്ള റിസൾട്ട്. ഇപ്പോൾ ഒരു കുട്ടിയുടെ റിസൾട്ട് നമ്മൾ കണ്ടു, ആ കുട്ടി ഈ പറഞ്ഞ പോലെ 99% മാർക്ക് നീറ്റിനകത്തുണ്ട്. എന്നാൽ അതേ കുട്ടി ഈ പറഞ്ഞ പോലെ +2 പരീക്ഷയ്ക്കകത്ത് കെമിസ്ട്രി ഉൾപ്പെടെ ഫിസിക്സ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കകത്ത് പരാജയപ്പെട്ട വിദ്യാർത്ഥിക്ക് 99% മാർക്ക് ലഭ്യമാകുന്ന നിലയിൽ ആ നിലയ്ക്ക് ഈ പരീക്ഷയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്നുള്ളത്, ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെ വഞ്ചിച്ചു എന്നുള്ളത് ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുക. അതിനോടൊപ്പം തന്നെയാണ് വളരെ ഗൗരവമുള്ള ഒന്നിലധികം വിഷയങ്ങൾ തലങ്ങളിലേക്ക് നമ്മൾ ചർച്ച കൊണ്ടുപോകേണ്ടതായിട്ടുള്ളത്. നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ മാഫിയ സംഘങ്ങൾ, അല്ലെങ്കിൽ ഇത് വലിയൊരു വ്യവസായമായി എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മളൊക്കെ നാട്ടിൽ കുറച്ചു കാലം മുൻപ് വരെ ഉണ്ടായിരുന്ന ചെറിയ എൻട്രൻസ് കോച്ചിങ് സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മുഴുവൻ ഇപ്പോൾ അടച്ചുപൂട്ടപ്പെട്ട് കഴിഞ്ഞു. രാജ്യത്താകമാനം പടർന്നു കിടക്കുന്ന നിലയിലേക്കുള്ള വലിയ എൻട്രൻസ് കോച്ചിങ് ശൃംഖലകൾ ഈ പറഞ്ഞ മേഖലയാകെ കൈയടക്കിയിരിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ ഫീസ് കൊടുക്കാൻ വേണ്ടി കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രം കടന്നു ചെല്ലാൻ വേണ്ടി കഴിയുന്ന പ്രാപ്യമായ മേഖലയായിട്ട് മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ്ങുകൾ മാറുന്ന സ്ഥിതി ഉണ്ടാകുന്നു. ഇത്തരം ഈ എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾക്കൊക്കെ ഇപ്പോൾ വന്ന റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഒരേ സെന്ററിൽ പരീക്ഷ എഴുതിയ അല്ലെങ്കിൽ ഒരേ എൻട്രൻസ് കോച്ചിങ് സെന്ററിനകത്ത് പരിശീലനം നേടിയ ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ ഈ തെറ്റായിട്ടുള്ള റിസൾട്ടുകൾ വന്നതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പൊ ഈ മാഫിയ സംഘങ്ങളുടെ അടക്കം ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ എൻട്രൻസ് കോച്ചിങ്ങിന് മുടക്കി 1-2 വർഷം കോച്ചിങ് സെന്ററിൽ പോകാൻ കഴിയാത്ത അരികുവൽക്കരിക്കപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ പൂർണ്ണമായും മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള അതീവ ഗൗരവകരമായിട്ടുള്ള വിഷയം കൂടി ഇതിനോടൊപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. സഭയെ സംബന്ധിച്ച് നീറ്റ് എന്നുള്ളത് തന്നെ അവസാനിപ്പിച്ച് സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രവേശന പരീക്ഷകളിലേക്ക് കടക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഈശ്വരപ്രസാദ്, ഇതാണോ രാജ്യത്തെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരത്തിനും വിശ്വാസ്യതയ്ക്കും മോദി സർക്കാർ നൽകുന്ന ഗ്യാരണ്ടി, ഉറപ്പ്? നമുക്ക്
ഈ കഴിഞ്ഞ രണ്ട് പ്രതിനിധികളും പറഞ്ഞതുപോലെ നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് ഉണ്ടായിട്ടുള്ളത് തിരിച്ചറിയുകയും ആദ്യം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് കണ്ട് ആ കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്ത പ്രസ്ഥാനമാണ് ABVP. അതോടൊപ്പം തന്നെ NTA കേന്ദ്രം ഉൾപ്പെടെ ഭാരതത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും പ്രതിഷേധവുമായിട്ടും ABVP മുന്നിലുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് ABVP മുന്നോട്ട് വച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് ഇനി വരും കാലഘട്ടങ്ങളിൽ കൃത്യമായ അതിനു വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നും അതോടൊപ്പം തന്നെ നമുക്കറിയാം ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങളാക്കണം, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഇൻവിജിലേറ്റർ ആവണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോയിന്റ് ചെയ്തുകൊണ്ട് ABVP വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടിരുന്നു. ഇതിൻ്റെ ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നീറ്റ് പരീക്ഷ ഒഴിവാക്കണം എന്ന് പറയുന്നത് എലിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇല്ലം ചൂടുന്നത് പോലെയാണ്. അത്തരത്തിലൊരു പരീക്ഷയെ ഒഴിവാക്കിക്കൊണ്ട് ഒന്ന് കാര്യം, ഇത് കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ എൻട്രൻസ് നടക്കുന്ന സമയത്ത് കോച്ചിങ് സെൻ്ററുകളോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഏജൻസികളിലോ എക്സാം നടക്കുന്ന സമയത്ത് ഇതേ കാര്യം സംഭവിച്ചുകൂടെ എന്നൊന്നുമില്ല. നമുക്കറിയാം എഞ്ചിനീയറിംഗ് കോളേജുകളിൽ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം 28 എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പരീക്ഷാ പേപ്പർ ലീക്കായ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും നടന്ന നമുക്ക് കേരളത്തിൽ കാണാൻ നീറ്റിൽ സംഭവിച്ചത് സ്വാഭാവികമായ ഒരു ദേശീയ പരീക്ഷയ്ക്ക് ഈശ്വരപ്രസാദ് പറഞ്ഞു വരുന്നത് അങ്ങനെയാണ്. ഈശ്വരപ്രസാദ് ഒരു ദേശീയ പരീക്ഷയ്ക്ക് സ്വാഭാവികമായി സംഭവിക്കാവുന്ന അല്ല, അങ്ങനെയല്ല. നിങ്ങൾ അങ്ങനെ വളച്ചൊടിക്കുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾ വളച്ചൊടിക്കുന്നു. ഞാൻ പറഞ്ഞത് കേരളത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമായി സംഭവിക്കുന്ന സമയത്ത് സുതാര്യമായ നടപടികൾ സ്വീകരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. സുതാര്യമായ നടപടികൾ സ്വീകരിക്കേണ്ട ഭരണ സംവിധാനം ഇതിൽ പ്രതികൂട്ടിലല്ലേ? ആ സമയത്ത് അല്ലേ ഈശ്വരപ്രസാദ്, ഇതിനകത്ത് സുതാര്യമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടവർ തന്നെ അല്ലല്ലോ ഈ പ്രതിപട്ടികയിൽ വരുന്നു. രാജ്യത്തിന് മുമ്പിൽ സംശയത്തിന്റെ നിഴലിലാണ് NTA തന്നെ. എങ്ങനെയാണ് ഈ പരീക്ഷ നടത്താൻ അവർക്ക് യോഗ്യത? നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് എങ്ങനെയാണ് കഴിയുക? ഇതിനകത്ത് താങ്കൾ പറഞ്ഞ പോലെ ചോദ്യക്കടലാസ് ചോർന്നതായി ഇപ്പോൾ ABVP പരാതിപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. ചോദ്യക്കടലാസ് ചോർന്നതായി നേരത്തെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, അത് ഒതുക്കി തീർത്തു. എന്തിനു വേണ്ടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി ദിവസം തെരഞ്ഞെടുത്തത്? 10 ദിവസം മുന്നേ. സംശയാസ്പദമാണ് നടത്തിയിട്ടുള്ള ക്രമക്കേടുകൾ പുറത്തു വരാതിരിക്കാൻ പാകത്തിന്. എന്തെല്ലാം വിചിത്രമായ തീരുമാനങ്ങളാണ് ഇതിലൂടെ പുറത്തു വന്നത്. 67 കുട്ടികൾക്ക് മുഴുവൻ മാർക്കും ഒരു സെൻറ്ററിൽ തന്നെ. ഇത് വലിയ ഒത്താശയില്ലാതെ ചെയ്തെടുക്കാൻ കഴിയാത്ത വളരെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അഴിമതിയുടെ ലക്ഷണമല്ലേ ഇത് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞത്. കൃത്യമായിട്ട് അതിൽ ഏജൻസിയുടെ ഉൾപ്പെടെയുള്ള അഴിമതി ഉണ്ടായിട്ടുണ്ട്. അത്തരക്കാർക്കെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം വിദ്യാഭ്യാസ മന്ത്രിയെ കാണുകയും കൃത്യമായിട്ട് NTA ഓഫീസിന് മുമ്പിൽ സമരം നടത്തുകയും ചെയ്ത പ്രസ്ഥാനമാണ് ABVP. അത് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചത്, ഇത് ഒരു വിഭാഗം അധ്യാപകർ ഇൻവിജിലേറ്റേഴ്സായി വരുന്ന ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഇതിനകത്ത് ആർഷോ ABVPയുടെ ആ സ്റ്റാൻഡിൽ ഈ പ്രശ്നങ്ങൾ അദ്ദേഹം പറയുന്നത് എന്താണ്? ക്രമക്കേടിന് പരിഹരിക്കാൻ മുൻകരുതൽ മതിയെന്നാണ്. ഈ വലിയ അഴിമതിക്ക് പിന്നിൽ അങ്ങനെ ഏതെങ്കിലും സെൻറ്ററുകളിലെ ഏതെങ്കിലും തുരുത്തിലെ കുറേ ആളുകളുടെ ഏതെങ്കിലും എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളുടെ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അധ്യാപകരുടെ ആലോചനയിൽ സംഭവിച്ച ക്രമക്കേടായി കാണാൻ കഴിയുന്നതാണോ ABVP? അങ്ങനെയാണെങ്കിലേ ചില മുൻകരുതലുകൾ കൊണ്ട് ഈ ക്രമക്കേടുകൾ പരിഹരിക്കാൻ കഴിയൂ. SFI യോജിക്കുന്നുണ്ടോ? അല്ല, ഇതിനകത്ത് ഇത് 1-2 ചെറിയ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രം നടന്നിട്ടുള്ള ഒരു തട്ടിപ്പായിട്ടല്ല നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ദുരൂഹമായിട്ടുള്ള നിരവധി സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. മാത്രമല്ല, ഇതിന് ആദ്യഘട്ടത്തിൽ ഈ വിമർശനം ഉയർന്ന ഘട്ടത്തിൽ ആ നിലക്കുള്ള ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായിട്ടില്ല, മറ്റ് ക്രമക്കേടുകൾ ഉണ്ടായിട്ടില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തന്നെ ഇടപെടൽ നടത്തിയതിൻ്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ ഇതിൻ്റെ തുടർച്ചയിൽ വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ സംഘടിച്ച് വലിയ സമരമായി മാറുന്നു. അവരുടെ രക്ഷിതാക്കൾ വലിയ സമരം ഉയർത്തിക്കൊണ്ടുവരുന്നു. ഈ പറഞ്ഞ SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. ഇത്തരത്തിലൊരു ഘട്ടത്തിൽ കള്ളം പിടിക്കപ്പെട്ട ഘട്ടത്തിലാണ് ഇതിനകത്ത് ക്രമക്കേട് നടന്നു എന്ന് സമ്മതിക്കാൻ വേണ്ടി പോലും തയ്യാറായിട്ടുള്ളത്. ഇതിൽ ഉന്നത കേന്ദ്രങ്ങൾക്കകത്തുള്ള പല ആളുകൾക്കും വലിയ പങ്ക് ഇതിനകത്തുണ്ട് എന്ന് ബലമായിട്ട് ഞങ്ങൾ സംശയിക്കുന്നു.
സംശയിക്കുകയാണ്. സ്വാഭാവികമായും ഇത് ഒന്നോ രണ്ടോ ആളുകളുടെ അല്ലെങ്കിൽ ഇത് ഒന്നോ രണ്ടോ കേന്ദ്രങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് ഒഴിവാക്കുക എന്നുള്ളത്, ഒഴിവായി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ആ നിലയിലല്ല. ഇതുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായിട്ടുള്ള അന്വേഷണം നടക്കണം. ഇത് അതിശക്തമായിട്ടുള്ള അന്വേഷണം നടത്തി ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഇതിപ്പോൾ വളരെ നിഷ്കളങ്കമായിട്ട് സാധ്യമാവുന്ന ഒന്നല്ലല്ലോ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൻ്റെ അന്ന് തന്നെ 10 ദിവസം മുൻപ് ഈ പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കപ്പെടുക എന്നുള്ളത്. ഇനി നേരത്തെ എബിപിയുടെ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിപ്പോൾ സംസ്ഥാനത്ത് നടന്നിരുന്നു എങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായേക്കാം എന്ന് കരുതി ഞങ്ങൾ നീറ്റാക്കി എന്നുള്ള നിലയിലേക്കൊക്കെയാണ്. ഇപ്പോൾ ഒരു സംസ്ഥാനത്തായിരുന്നു ഈ പറഞ്ഞ പോലെ ക്രമക്കേടുണ്ടായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒരുപാട് സാധ്യതയുണ്ട് ഈ പറഞ്ഞ ആളുകൾക്ക് നീതി തേടിയ സംസ്ഥാനത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നീതി തേടി സംസ്ഥാന സർക്കാരിനെ ബന്ധപ്പെടുക എന്നുള്ളത് താരതമ്യേന എളുപ്പമുള്ള കാര്യമാണ്. 2, ഈ പറഞ്ഞ പോലെ പുനഃപരീക്ഷയിലേക്ക് കടക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആ സംസ്ഥാനത്ത് മാത്രം പുനഃപരീക്ഷയിലേക്ക് കടന്നാൽ മതി. ഇതിപ്പോൾ നിലവിൽ രാജ്യത്ത് പരീക്ഷ എഴുതാൻ വേണ്ടി ഈ അപ്ലൈ ചെയ്ത 24 ലക്ഷം കുട്ടികളും ഈ പറഞ്ഞ പോലെ പുനഃപരീക്ഷയിലേക്ക് കടക്കേണ്ടുന്ന, രാജ്യമാകെ പുനഃപരീക്ഷയിലേക്ക് കടക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അടക്കം പോകുന്ന നിലയുണ്ടാകുന്നു. ഇതിൻ്റെ അപ്പുറത്ത് ഇപ്പോൾ ഈ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ പ്രയാസം ഈ പറഞ്ഞ വിദ്യാർത്ഥികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിവിധ ഹൈക്കോടതികളെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നിലവിൽ NTA-യുടെ വാദം എന്താ? ഈ വിവിധ സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികളിലുള്ള കേസ് മുഴുവൻ സുപ്രീം കോടതിയിൽ ഒറ്റ ബെഞ്ചിൽ പരിഗണിക്കണം എന്നുള്ളതാണ് ഈ പറഞ്ഞ നിലവിൽ NTA-യുടെ വാദം. സ്വാഭാവികമായി വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ മുഴുവൻ സംബന്ധിച്ച് സുപ്രീം കോടതിയെ സമീപിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് സാധ്യമായിക്കൊള്ളണമെന്നില്ല. അതിനകത്ത് വലിയ പ്രയാസം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ ശതമാനം വിദ്യാർത്ഥികളെ മണ്ടന്മാരാക്കി നിർത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഈ രാജ്യത്തിനകത്ത് നടത്തി അതിനെ വെള്ളം പൂശുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാർ അനുകൂലികളായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. റൈറ്റ്. അതായത് ഇതിൽ കേന്ദ്ര സർക്കാരിന്, മോദി സർക്കാരിന് ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന പ്രധാനപ്പെട്ട വിമർശനം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ശ്രീ ഡോക്ടർ ഫസൽ ഗഫൂർ, താങ്കൾ പറഞ്ഞ പോലെ ഈ പരീക്ഷ ഈ രീതി, ഈ നീറ്റ് പരീക്ഷ തന്നെയാണ് റദ്ദാക്കുക എന്നതാണ്, ആ സംവിധാനം തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിൻ്റെ പോംവഴി എന്നുണ്ട്. സുപ്രീം കോടതി അത് വളരെ ഗൗരവമായി പരിഗണിക്കാൻ പാകത്തിനുള്ള വളരെ പ്രകടമായിട്ടുള്ള ക്രമക്കേടുകൾ ഇതിനോടകം തന്നെ കോടതി തന്നെ ഒരു ഘട്ടത്തിൽ എന്ന് പറഞ്ഞല്ലോ, ഇടക്കാല ഉത്തരവിട്ടപ്പോഴാണ് പറഞ്ഞത് ഇതിൻ്റെ പവിത്രത നഷ്ടപ്പെട്ടിരിക്കുന്നു, നടപടികളെടുത്തു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ തന്നെ നോക്കൂ, അതിൽ നമ്മൾ പലപ്പോഴും നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, 67 കുട്ടികൾക്ക് മുഴുവൻ മാർക്ക് ലഭിക്കുകയാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത് ഇതിൻ്റെ മൂല്യനിർണ്ണയ രീതി അനുസരിച്ച് മാനദണ്ഡപ്രകാരം ഒരിക്കലും 718 മാർക്കും 719 മാർക്കും കിട്ടില്ല. പക്ഷേ അങ്ങനെ കിട്ടിയ ധാരാളം കുട്ടികളുണ്ട്. ഒരേ പരീക്ഷാ കേന്ദ്രത്തിൽ നിന്നും നിരവധി പേർക്ക് 1ാം റാങ്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ ഈ വിഷയം വരുമ്പോഴത്തേക്ക്, അതുപോലെ തന്നെ നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ പരീക്ഷ എഴുതാൻ പറ്റിയില്ല എന്ന് പരാതി പറഞ്ഞ് ഗ്രേസ് മാർക്ക് വാങ്ങുന്ന രീതി നമ്മൾ ഇതിൽ കാണുന്നു. ഉടനെ തന്നെ ഒരു സമിതിയെ വെക്കുകയാണ്. ഇങ്ങനെ പരാതി വന്ന ഉടനെ തന്നെ ആ കമ്മിറ്റി ഗ്രേസ് മാർക്ക് കൊടുക്കുന്നു. സുപ്രീം കോടതി കാര്യമായി നോക്കാൻ തുടങ്ങുമ്പോൾ അത് റദ്ദാക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ശ്രീ ഫസൽ ഗഫൂർ? ആദ്യം തന്നെ ഇങ്ങനത്തെ ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുള്ള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് വഴുകി വന്നു, അല്ലെങ്കിൽ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മളാരും അറിഞ്ഞില്ല എന്താ പ്രശ്നം എന്ന്. ആ പ്രശ്നം ഇവിടുത്തെ ഉദാഹരണം, ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി, അത് നമുക്ക് മനസ്സിലാക്കാം, മനസ്സിലായില്ലേ? അത് റദ്ദാക്കുന്ന മനസ്സിലാക്കാം. ഇത് അതിന് പകരമായിട്ട് എന്തോ ഒരു സമയം കുറവ് കിട്ടിയുള്ളൂ, അതുകൊണ്ട് ഗ്രേസ് മാർക്ക്, അതൊന്നും ഞാൻ കേൾക്കാത്തൊരു കാര്യമാണ്. ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിച്ചതാണ്, എല്ലാം എൻട്രൻസ് എക്സാമിലൂടെ വന്ന വിദ്യാർത്ഥിയാണ്. അതുകൊണ്ടാണ് ഞാനത് വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയാം, ഞാൻ ഈ കൂട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഞാൻ എന്തുകൊണ്ടാണ് എതിർക്കണം എന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഉദാഹരണം തന്നെ നമ്മുടെ ഈശ്വര പ്രസാദ്, അദ്ദേഹം ഒരു എൻട്രൻസ് എഴുതുന്നു, അദ്ദേഹത്തിന് കിട്ടുന്നു. നമുക്ക് ഈശ്വർ പ്രസാദിനെ അറിയാലോ, ഈശ്വർ പ്രസാദിൻ്റെ മുൻപത്തെ എത്ര മാർക്കുണ്ടെന്ന് അറിയാലോ, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ വിവരം എത്രയെന്നുള്ള കാര്യം നമുക്കറിയാലോ. എല്ലാ ഡീറ്റെയിൽസ് നമ്മുടെ മുന്നിലുണ്ട്. കാരണം അത് അടുത്ത സ്കൂളിൽ പഠിച്ചവനോ അടുത്ത കോളേജിൽ പഠിച്ചവനാണത്. ഇതല്ലല്ലോ, ഉത്തരാഖണ്ഡ് നിന്നാണ് കാൻഡിഡേറ്റ് ഇവിടെ വരുന്നത്. ഇപ്പോൾ എൻ്റെ മെഡിക്കൽ കോളേജിൽ ഒരു കാൻഡിഡേറ്റ് വന്നു, ഉത്തരാഖണ്ഡ്, മനസ്സിലല്ലേ? ഭാഗ്യവശാൽ ചങ്ങായി അവിടെ ജോയിൻ ചെയ്യാതെ പോയി. അപ്പോൾ
അവരുടെ മെറിറ്റ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? തിരിമറി ചെയ്ത് വന്നാണോ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റൂല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിലൊരു 15% ഓൾ ഇന്ത്യ കോട്ട വെച്ചിട്ടുണ്ട്. ഇന്ന് എന്തിനാണ് ഓൾ ഇന്ത്യ കോട്ട? എല്ലാ സ്ഥലത്തും മെഡിക്കൽ കോളേജ് ഉണ്ട്. ഇവിടെ ഈ പാവപ്പെട്ട പെൺകുട്ടികൾ ഇവിടെ നിന്ന് പോയിട്ട് ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും സിക്കിമിലൊക്കെ പോയിട്ട് അവർ പഠിക്കണം. അവരെന്തിനാണ് പോണത്? അപ്പോൾ അത് റദ്ദാക്കണം. മനസ്സിലായില്ലേ? എന്തിനാണ് ഈ ഓൾ ഇന്ത്യ കോട്ടയുടെ അന്ന് പറഞ്ഞെന്തരോ നാഷണൽ ഇൻ്റഗ്രേഷന് വേണ്ടിയിട്ടും പല സംസ്ഥാനങ്ങളിലും, ഇതിപ്പോൾ BJP ഗവൺമെൻറ് നടപ്പാക്കിയതല്ലോ കേട്ടോ, ഇനിയിപ്പോൾ അതായിട്ട് തലൂടാൻ നിൽക്കണ്ട. നാഷണൽ ഇൻ്റഗ്രേഷന് വേണ്ടിയിട്ടും എല്ലാ സ്ഥലത്തും മെഡിക്കൽ കോളേജുകൾ ഇല്ലാത്തത് കൊണ്ടുമാണെന്നാണ്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും 700 ചില്ലാനം മെഡിക്കൽ കോളേജ് ഉണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അവിടെ ആരും പുറത്തു പോയി. അതുകൊണ്ട് ഞാൻ പറയുന്നത് മൊത്തം ഇത് റദ്ദാക്കണം എന്ന് പറയുന്നതിന് കാരണം അതാ. വെറുതെ ഈ പാവപ്പെട്ട പെൺകുട്ടികളൊക്കെ 5-6 കൊല്ലമൊക്കെ പുറത്ത് ഏതോ രാജ്യത്ത് പോയിട്ട്, അത് നിങ്ങൾക്കറിയാലോ, അവിടുത്തെ ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ അവിടുത്തെ ലോ ആൻഡ് ഓർഡർ ആസാമിലോ അല്ലെങ്കിൽ ഒറീസയിലൊക്കെ ഉള്ള അവിടെ പോയി പഠിക്കുക. ഇനി ഞാൻ വേറെ കണക്ക് പറഞ്ഞുതരാം. ഈ കോച്ചിങ് ഇൻഡസ്ട്രിയുടെ കണക്കാണെന്ന് പറഞ്ഞുതരാം. ഇത്തവണ MES മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്തത് വെറും 10% കുട്ടികളുള്ളൂ ഫസ്റ്റ് അറ്റംപ്റ്റിൽ. സെക്കൻഡ് അറ്റംപ്റ്റിൽ 30%. പിന്നത്തെ മൂന്നാമത്തെ അറ്റംപ്റ്റ് 50%. പിന്നെ 4ാമത്തെ 5ാമത്തെ അറ്റംപ്റ്റ് 20%. അപ്പോൾ 5ാമത്തെ അറ്റംപ്റ്റിൽ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് മിടുക്കുണ്ടാവോ? ഞാൻ ഒറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. അങ്ങനത്തെ ഒരു അറ്റംപ്റ്റിലാണ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിടുക്കുണ്ടാവും. അപ്പോൾ അത് പണത്തിൻ്റെ ഊക്കൊണ്ട് പോയിട്ട് ഈ കോച്ചിങ് ക്യാമ്പിൽ പോവുക, പോയി പഠിക്കുക വരിക, തിരിച്ചു വരിക തന്നെ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറയാം. ഞങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ 10ാം ക്ലാസ്സിൽ അവൻ 4 വർഷം ഇരുന്ന് പഠിച്ചു എന്നൊക്കെ പറഞ്ഞ പോലെയാണ് ഔട്ട്സൈഡ് ഫസൽ ഗഫൂർ. നമ്മുടെ നാട്ടിൽ പണ്ട് പറയായിരുന്നില്ലേ 10ാം ക്ലാസ്സിലൊക്കെ അവൻ 4 വർഷം ഇരുന്ന് പഠിച്ചു, അത്ര തറമായി പഠിച്ചു എന്ന് പറഞ്ഞാൽ തറമായി പഠിച്ചതായിരിക്കുന്നേ. എന്ത് പറയാം. അതെ. അല്ല അവിടെ ഞാൻ എൻ്റെ പ്രതിഷേധം എന്നറിയോ, ഒരു 2 അറ്റംപ്റ്റ് നമ്മൾ കൊടുക്കുക. ഇനി ഏത് എൻട്രൻസ് ആയാലും 2-3 അറ്റംപ്റ്റ് അല്ല അതിലധികം അറ്റംപ്റ്റ് കൊടുത്താൽ പറയും. ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം. ഇവിടുത്തെ ഈ കംപ്ലീറ്റ് കോളേജുകളുടെ സ്ഥിതി എന്താ? കോളേജുകളിൽ കുട്ടികൾ മര്യാദക്കൊന്നും പഠിക്കുന്നില്ല എന്ന്. കാരണം വെച്ചാൽ അവർ സയൻസ് സബ്ജക്റ്റ് ഒന്നും എടുക്കുന്നില്ല. കാരണം ഈ കുട്ടികളെല്ലാവരും കൂടെ ഇതിൽ പോയി ജോയിൻ ചെയ്യുക കോച്ചിങ് സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവർ തോറ്റ് കഴിഞ്ഞാൽ അവർക്ക് മോശമല്ലേ? അപ്പോൾ അവർ തോറ്റ് കഴിഞ്ഞാൽ അവർ BSc നഴ്സിങ്ങിനോ അല്ലെങ്കിൽ BSc MLTക്കൊന്നും അവർ ചേരുന്നില്ല. അവർ വേറെ എന്തെങ്കിലുമൊക്കെ പോവാണ്. അപ്പോൾ വലിയൊരു ഹ്യൂമൻ റിസോഴ്സ് ഡ്രെയിനേജ് ഇതിലുണ്ടാവുന്നുണ്ട്. മനസ്സിലായില്ലേ? കാരണം എല്ലാവരും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 50% പേര് 3rd അറ്റംപ്റ്റിലാണെന്നുള്ളത്. അവരെ വയസ്സെത്രയായിരിക്കും അപ്പോഴത്തേനും. അതിന് പകരം ഞങ്ങളൊക്കെ ഉള്ളപ്പോൾ അന്ന് പ്രീ ഡിഗ്രിക്കാണ് ഉണ്ടായിരുന്നത്. ഡയറക്റ്റ് പ്രീ ഡിഗ്രിയുടെ മാർക്ക് വെച്ചിട്ടാണ്. അപ്പോൾ കിട്ടാത്തവർ BSc ഇതിന് പോവും, മറ്റേ കെമിസ്ട്രിക്ക് പോവും, ഫിസിക്സിന് പോവും, സുവോളജിക്ക് പോവും. ഇതല്ല. ഇപ്പോൾ ഇവരെവിടെ പോകണമെന്ന് പോലും ആർക്കും ഓർമ്മൂടാ. അപ്പോൾ പിന്നെ കുറേ പേര് യുക്രൈനിലും പോവും, കുറേ പേര് ജോർജിയയിൽ പോവും. അതൊരു ജാതി നമ്മുടെ ഹെർഡ് മെൻറ്റാലിറ്റി ഉണ്ടാക്കിക്കൊണ്ട് മെറിറ്റിനെടുത്ത് വലിച്ചെറിയണേന്നില്ല. പക്ഷേ പറയുമ്പോൾ മെറിറ്റാണ് താനും. ഇതിനെ മെറിറ്റ് അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. ഇത് മെറിറ്റ് പ്രകാരമാണ് ഇവർ വരുന്നതെന്നാണ് പറയുന്നത്. മെറിറ്റിൽ വന്നിട്ട് കൊടുക്കേണ്ട ഫീസ് എത്ര? 8 ലക്ഷം റുപ്യാണ് ഫീസ് കൊടുക്കുന്നത്. അതുകൊണ്ട് അല്ലാതെ ഒരു പാവപ്പെട്ടന് അവിടെ കയറണമില്ല. അതെടുത്ത് കളഞ്ഞല്ലോ സുപ്രീം കോടതി അനാവശ്യമായിട്ട് ഇടപെട്ടിട്ട്. മനസ്സിലായി? ക്രോസ് സബ്സിഡി ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് മുഴുവനും പൊളിച്ചെഴുതേണ്ടതായിട്ട്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഇതിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അവർ കാര്യം ചെയ്തോട്ടെ, പഴയമായി തന്നെ സംസ്ഥാന ഗവൺമെൻറ്റൊക്കെ വിട്ടുകൊടുത്ത് അവർക്ക് നഷ്ടം. ഒരുപാട് സംസ്ഥാന ഗവൺമെൻറ്റുകൾ അവർ തന്നെ ഭരിക്കുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കൂടെ അങ്ങോട്ട് കേന്ദ്രീകരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര കോടി വിദ്യാർത്ഥികളുടെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? കോടിക്കണക്കിനാണ് വരുന്നത്. പക്ഷേ ഇവിടെ കേരളത്തിൽ മാത്രം 1 ലക്ഷം, 3% പോലും ഇല്ല കേരളത്തിൻ്റെ. 2-3% മാത്രമല്ല കേരളത്തിൻ്റെ ഇതുള്ളൂ, പോപ്പുലേഷനുള്ളൂ ഇന്ത്യയിൽ. അപ്പോൾ ആ നിലക്ക് ഈ തരത്തിലുള്ള എല്ലാ പരിപാടികളും ഒരു വലിയൊരു മാഫിയ വന്നിരിക്കണം. കോച്ചിങ്, അതായത് പണ്ടൊരിക്കൽ IAS എല്ലാവരും ബീഹാറിൽ നിന്ന് പാസ്സായി വരുമായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബീഹാറിലെ കോച്ചിങ് ക്യാമ്പുകൾ ഭയങ്കര ഫേമസാണ്. പക്ഷേ SSLCക്ക് ആരും പാസ്സാവുന്നില്ല. IAS എല്ലാവരും പാസ്സാവുന്നുണ്ട് ബീഹാറിൽ നിന്ന്. അത് പഴയ ബീഹാർ. അപ്പോൾ ആ നിലക്ക് ഇതിനെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പഠനം നടത്തിക്കൊണ്ട് പഴയ സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിലൊന്നും നഷ്ടപ്പെടാൻ, സ്റ്റേറ്റുകൾക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത്? ഞാൻ പറയട്ടെ, മൊത്തം ഇപ്പോൾ തമിഴ്നാട്ടിലും കേരളത്തിലൊക്കെ കൂടി എത്ര മെഡിക്കൽ കോളേജാണ് ഉള്ളത്? ആ മെഡിക്കൽ കോളേജിൽ മുഴുവനും സീറ്റ് എടുത്ത് പുറത്തോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് എന്താ, നമ്മുടെ കുട്ടിയൊക്കെ പുറത്ത് കിട്ടുന്നു. ഇപ്പം നമ്മുടെ കുട്ടിയൊക്കെ അല്ലല്ലോ പുറത്ത് കിട്ടുന്നത്. വേറെ ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇനി ഞാനിതിനെതിരായിട്ട് സംസാരിക്കുന്ന ആളാണെന്ന് വിചാരിക്കേണ്ട. ആദ്യമായിട്ട് സുപ്രീം കോടതി പോയിട്ടൊരു കേസ് കൊടുത്തത് ഫസൽ ഗഫൂർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഒരൊറ്റ എൻട്രൻസ് എക്സാം ഉണ്ടാവാൻ പാടുള്ളൂ. അത് മനസ്സിലായില്ലേ? മെറിറ്റ് ഷാൽ ബി ദ സോൾ ക്രൈറ്റീരിയ. 1990 ഫസൽ ഗഫൂർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അന്ന് നമ്മളിത് വിശ്വസിച്ചത്. പക്ഷേ ഇതിപ്പോൾ ഫലത്തിൽ വന്നപ്പോഴല്ലേ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഫസൽ ഗഫൂറിന് ആൾക്കാർ അങ്ങോട്ടോടി ഇപ്പോൾ ഫസൽ ഗഫൂറിന് ആ നിലപാടുണ്ടോ?
90കളിൽ പറഞ്ഞ നിലപാടുണ്ടോ? നമ്മളുടെ അന്ന് പ്രൈവറ്റ് കോളേജ് അല്ല, പിന്നെ പ്രൈവറ്റ് കോളേജുകൾ ഇല്ലെന്ന് അല്ല, ഇല്ല ശരത്തെ, അന്ന് പ്രൈവറ്റ് കോളേജുകൾ ഇല്ല. മനസ്സിലായി, അന്ന് ഗവൺമെൻറ് കോളേജുകൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ. അപ്പോൾ മനസ്സിലായില്ലേ, ഈ മണിപ്പാലിൽ അവിടെ ഈ മംഗലാപുരത്ത് മാത്രമുള്ള 2 കോളേജസ് ഉള്ളൂ കർണാടകയിൽ. അപ്പോൾ അത് ജനറൽ മെറിറ്റിൻ്റെ കാര്യത്തിലാണ് നമ്മൾ ഇതിൽ വാദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പോയല്ലോ. ഇപ്പോൾ പുതിയ സിറ്റുവേഷൻ കംപ്ലീറ്റ് മാറിയിട്ട് 10 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് എൻട്രൻസിന് പോയിട്ട് പിന്നെ 8 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇത് അപ്പോൾ അത് വന്ന് രണ്ടാമത് ഇതിൽ സംവരണം ഇല്ലല്ലോ. അതും വേറെ വലിയൊരു പ്രശ്നമാണ്. പാവപ്പെട്ടവർക്ക് ഉള്ള സംവരണമൊന്നും ഈ സീറ്റുകളിലൊന്നുമില്ല. അതുമില്ല ഒരു ഫാക്റ്റാണ്. മനസ്സിലായത്? ഓഫ് കോഴ്സ് ഞങ്ങളുടെ കോളേജിൽ നമ്മൾ ദളിത് സംവരണം നടപ്പാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. അത് MA ബേബിയുടെ കാലത്ത് തന്നെ നമ്മൾ MA ബേബി ആയിട്ടുണ്ടാക്കിയ ഒരു കരാർ പ്രകാരം നമ്മൾ ദളിത് സംവരണം അവിടെ നടപ്പാക്കിയിട്ടുണ്ട്. അതായത് ഫോർ MBBS MD ഓൾസോ എല്ലാത്തിനും. അപ്പോൾ ആ നിലക്ക് ഞാനൊരു ഡോക്ടർ എന്ന നിലക്കും ഒരു വിദ്യാർത്ഥി എൻട്രൻസ് ഒക്കെ എക്സാം എഴുതിയിട്ടുള്ളൊരു വിദ്യാർത്ഥി എന്നുള്ള നിലക്കും ഇതിനെപ്പറ്റി പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ആ നിലക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് തിരിച്ചു കൊടുക്കുക സ്റ്റേറ്റുകൾക്ക്. സ്റ്റേറ്റിൽ തിരിമറി ഉണ്ടാവും, വേഗം കണ്ടുപിടിക്കൂലേ സ്റ്റേറ്റിലെ തിരിമറി എന്ന് പറഞ്ഞാൽ. ഞാൻ ചോദിക്കട്ടെ, എവിടെ മധ്യപ്രദേശിൻ്റെ ഇൻറ്റീരിയറിലൊരു തിരിമറി നടന്നാൽ, ഒരു എൻട്രൻസ് എക്സാം നടത്തിയാൽ അവിടെയൊക്കെ എങ്ങനെയാണ് സ്ഥിതി? ഞാൻ അവിടെ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ് ബീഹാറിൽ, പട്നയിൽ. അവിടെ തോക്കായിട്ടാണ് പരീക്ഷയ്ക്ക് വരുന്ന വിദ്യാർത്ഥികൾ. തോക്കായിട്ട് വന്നിട്ട് ഭീഷണിപ്പെടുത്തുകയാണെന്ന് അന്നും ഇന്നും. മനസ്സിലായില്ലേ? ഭീഷണിപ്പെടുത്തുക, എക്സാമിനറെ ഭീഷണിപ്പെടുത്തുക. എൻ്റെ കൺമുമ്പിൽ അറിയാം. പുറത്തുനിന്ന് വന്ന എക്സ്റ്റേണൽ എക്സാമിനോട് പറഞ്ഞ് വിദ്യാർത്ഥിയെ മാറ്റിക്കളഞ്ഞ ആൾമാറാട്ടം, വൈവക്ക്, അതൊക്കെ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ. ആ വ്യാപം സ്കാന്തനെ ഞാൻ എടുത്ത് പറയാനുള്ള കാരണമാണ്. അതിനൊന്ന് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഞാൻ പറയല്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്റ്റേറ്റിൽ നിന്നുള്ളൊരു മെറിറ്റ് കൊടുക്കണം സ്റ്റേറ്റിൽ പഠിക്കുന്നതിന്. എന്നാൽ ഇവിടുത്തെ കോളേജുകൾ നന്നാവുള്ളൂ. ഇവിടുത്തെ കോളേജുകൾക്ക് 50% മാർക്ക് അത് റേഷണലൈസ് ചെയ്ത് എല്ലാം കൂടെ എല്ലാ യൂണിവേഴ്സിറ്റികളും റേഷണലൈസ് ചെയ്താൽ നോർമലൈസ് ചെയ്താൽ കിട്ടും. 50% മാർക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു എൻട്രൻസ് നടത്തുക. അതിൽ വെറും 2 അറ്റംപ്റ്റോ 3 അറ്റംപ്റ്റിലോ കൂടുതൽ പാടില്ല. ഈ തരത്തിലുള്ള ഒരു സംവിധാനമായിരിക്കും ഇതിന് ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം. ഈശ്വരപ്രസാദ്, ഇപ്പോൾ ഇതിലെ ക്രമക്കേട് വളരെ പറഞ്ഞു പോകാവുന്ന ലളിതമായ ഒന്നല്ല. താങ്കൾക്കും അത് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ സംഘടനയും ആ നിലയിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് ആദ്യം തന്നെ താങ്കൾ പറഞ്ഞു വെച്ചു. ഇപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ ആവർത്തിച്ച് വ്യക്തമാക്കി സൂചിപ്പിച്ച ഇതിലെ ഗുരുതരമായ പ്രശ്നങ്ങൾ, ഇത് മെഡിക്കൽ വിദ്യാഭ്യാസമാണ്. രാജ്യത്തെ സംബന്ധിച്ച് ഒരു മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനം പടുത്തുയർത്തണമെങ്കിൽ നാളെ ഇവരൊക്കെയാണ് വന്ന് രാജ്യത്തെ ചികിത്സിക്കേണ്ടത്, പൗരന്മാരെ ചികിത്സിക്കേണ്ടത്. എന്ത് സംവിധാനമാണ് യഥാർത്ഥത്തിൽ വരുന്നത്, എന്ത് ഗുണനിലവാരമാണുള്ളത് എന്ന വളരെ പ്രശ്നമുണ്ട്. അത് ഓരോന്നും അക്കമിട്ട് നിരത്തി ഇവിടെ സംസാരിച്ചു. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഗുരുതര പിഴവുകൾ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട്, ഈ പറഞ്ഞ ദേശീയ തലത്തിലെ പൊതുപ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ട്, മെഡിക്കൽ പൊതുപ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ട ഗുരുതരമായ പ്രശ്നങ്ങൾ അനുഭവത്തിൽ നിന്ന് പറയുമ്പോൾ അതിനെ നിരാകരിക്കാൻ ഈശ്വരപ്രസാദിന് എത്രമാത്രം കഴിയും? അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് കേൾക്കട്ടെ. രണ്ടാമത്തെ കാര്യം, വിദ്യാർത്ഥികൾ തന്നെ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ക്രമക്കേടുകളുടെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണം വേണം എന്നാണ്. ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ABVP അതിനെ പിന്തുണയ്ക്കുമോ? തീർച്ചയായിട്ടും. നിങ്ങൾക്ക് ABVPയുടെ ഓൾ ഇന്ത്യ സോഷ്യൽ മീഡിയ പേജുകൾ നോക്കിയാൽ CBI അന്വേഷണം ആദ്യം ആവശ്യപ്പെട്ടത് ABVP ആണ്. അതോടൊപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുള്ള പോയിന്റുകൾ അതിനുശേഷമാണ് വരുന്നത്. അത്തരത്തിൽ കൃത്യമായിട്ടുള്ള പോയിന്റ് ചെയ്തുകൊണ്ട് ABVPയുടെ സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരുന്നത്. ഈ ഒരു പരീക്ഷയ്ക്ക് ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടായി, അത് CBI അന്വേഷണം നടത്തണം, അതിന് സുതാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവണം, വേണ്ട രീതിയിൽ കൃത്യമായി നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷ നടത്തുന്ന രീതിയിലേക്ക് അത് മാറണം. അത് ABVP കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നീറ്റ് പരീക്ഷ ഒഴിവാക്കുക എന്നുള്ളത് അല്ല ABVPയുടെ നിലപാട്. കാരണം നമുക്കറിയാം, ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥിക്ക് ചിലപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സെൻട്രൽ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടാവാം. അവർക്ക് പഠിക്കാനുള്ള അവസരം വേണം. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടും 2 തരത്തിലുള്ള എക്സാമുകൾ, 2 തരത്തിലുള്ള പരീക്ഷ യൂണിവേഴ്സിറ്റികളും ഒക്കെ നാടിന് നല്ലതാണ്. കേരളത്തിലെ നമുക്കറിയാം, പാലക്കാട് തീർച്ചയായിട്ടും സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. അത് നടപ്പിലാക്കട്ടെ. അതൊക്കെ തന്നെയാണ് ABVP ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം നമുക്കറിയാം, ഇപ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജ്, അല്ലെങ്കിൽ ഇടുക്കി മെഡിക്കൽ കോളേജ്, വയനാട്ടിൽ മെഡിക്കൽ കോളേജ്, എന്താണ് മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ? അപ്പോൾ സംസ്ഥാനവും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടണം. കഴിഞ്ഞ ദിവസം സമരം നടന്നിട്ടാണ് വലിയ അഴിമതിയും ക്രമക്കേടും ഉണ്ടോ?
ഇടുക്കി മെഡിക്കൽ ആവശ്യങ്ങൾ കോളേജിന്റെ വേണം അവസ്ഥ എന്ന് എന്താ? പറയുന്നതും നമുക്കറിയാം, ഒരു വലിയ അല്ല, ഞാൻ- ക്രമക്കേടിനെ താരതമ്യം ചെയ്യുന്നതും തീർച്ചയായിട്ടും പൊതുവൽക്കരിക്കുന്നതും 800 ഉചിതമാണോ ഈശ്വരപ്രസാദ്? 800 കോടി, കേരളത്തിലെ 800 മെഡിക്കൽ കോടി, കോളേജുകളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു വിദ്യാർത്ഥി സംഘടന ഞാൻ നിങ്ങൾക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് പറയാം. പക്ഷേ രാജ്യമാകെ ഗൗരവത്തോടെ കാണുന്ന ഒരു വലിയ അഴിമതിയെ എങ്ങനെയാണ് നിങ്ങൾ താരതമ്യം ചെയ്യുക? എങ്ങനെയാണ് പൊതുവൽക്കരിക്കുക? പറഞ്ഞത് ഞാനത് പറഞ്ഞു വരാം. കൃത്യമായിട്ട് നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷം മുമ്പ് 800 കോടിയാണ് പാലക്കാട് ഗവൺമെൻറ് കോളേജിലേക്ക് കിട്ടിയിട്ടുള്ളത്. അത് കൃത്യമായി ഉപയോഗിച്ചിരുന്നെങ്കിൽ, അവിടെ വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നെങ്കിൽ, IP ഉൾപ്പെടെ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലേ? അതുണ്ടായിരുന്നെങ്കിൽ ഈ ക്രമക്കേട് ഇല്ലാതാവുമോ? മെഡിക്കൽ കോളേജ് ഈശ്വരപ്രസാദ് എന്താ ഉദ്ദേശിക്കുന്നത്? അത് ചെയ്തിരുന്നാൽ നീറ്റ് ക്രമക്കേട് ഇല്ലാതാവുമോ? ഈ അഴിമതി ഇല്ലാതാവുമോ? ഞാൻ പറയുന്നത് മുഴുവൻ മനസ്സിലാക്കാൻ വേണ്ടി, അല്ല, എനിക്ക് മനസ്സിലാവാത്തതല്ല, കേൾക്കുന്നവർക്ക് നീറ്റിലെ രാജ്യവ്യാപകമായ അഴിമതി ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെ വെച്ച് എങ്ങനെയാണ് നിങ്ങൾ ലഘൂകരിച്ച് സംസാരിക്കാൻ ഈശ്വരപ്രസാദിന് കഴിയുക? അതിൽ യുക്തിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നീറ്റിലെ ഒരിക്കലുമല്ല. നീറ്റിലെ ക്രമക്കേടുകൾ ABVP ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞതുപോലെ. പക്ഷേ നീറ്റ് ഒഴിവാക്കുക എന്നുള്ളതല്ല ABVPയുടെ നിലപാട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത്തരത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, മെഡിക്കൽ കോളേജുകളിൽ ദുരവസ്ഥയുണ്ട്. ഇവിടെയുള്ളവർക്ക് പുറത്തുപോയി പഠിക്കാനുള്ള സാഹചര്യം വേണം. അവർക്ക് മൾട്ടിപ്പിൾ സാഹചര്യങ്ങൾ വേണം. ആ സമയത്ത് കേരളത്തിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഓഫർ ചെയ്യുന്നത് ഈ ഉത്തരേന്ത്യയിലെ ഈ പറഞ്ഞ തട്ടിപ്പാണോ, ഈ ക്രമക്കേടാണോ, ഈ കോപ്പിയടിയാണോ? അവരോടാണോ പോയി മത്സരിക്കേണ്ടത്? എന്ത് ക്വാളിറ്റി? ഞാൻ പറഞ്ഞു വരുന്നത് മുഴുവൻ നിങ്ങൾ പൂർത്തീകരിക്കാൻ സമ്മതിക്കുന്നില്ല. ഞാനിപ്പോഴും പറഞ്ഞത് നീറ്റ് പരീക്ഷ ഒഴിവാക്കണ്ട എന്നുള്ള എൻ്റെ നിലപാട് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് നിങ്ങൾ അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഇടയ്ക്ക് ഇടപെട്ടുകൊണ്ട് അത് വൃത്തികേടാക്കുകയാണ്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് ഇത്തരത്തിലുള്ള സാഹചര്യം മെഡിക്കൽ കോളേജുകളിൽ കേരളത്തിലുമുണ്ട്. ആ സമയത്ത് ഒരു കേസ് പറ, കൃത്യമായിട്ടുള്ള പരീക്ഷ നീറ്റ് ക്രമക്കേട് പോലെ കേരളത്തിൽ ഒരു സാഹചര്യം നിങ്ങൾ പറയൂ. പറഞ്ഞിട്ടുണ്ടല്ലോ ഈശ്വരപ്രസാദ്, നീറ്റിലെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് പോലത്തെ ഒരു ക്രമക്കേടിന്റെ ഒരു കേസ് അവതരിപ്പിക്കുക. നേരത്തെ ശ്രീ ഫസൽ ഗഫൂർ പറഞ്ഞിട്ടില്ലേ, ഒരു സ്റ്റേറ്റിൽ ഉണ്ടായാൽ ആ സ്റ്റേറ്റിന് കുറെ കൂടി വേഗത്തിൽ ശക്തമായി ഇടപെടാൻ ഈശ്വരപ്രസാദ്. അതിലൊന്നും ഞാൻ എതിർപ്പ് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് കേരളത്തിലും ഇതേ സാഹചര്യമുണ്ട്, ഇതേ സാഹചര്യം ഉണ്ടായിരുന്നു. കേരള ടെക്നിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പരീക്ഷയിൽ 28 കോളേജുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നത്. 28 കോളേജിൽ നിന്നാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നത്. എത്ര തവണ MG യൂണിവേഴ്സിറ്റിയുടെ ഉത്തരക്കടലാസ് പാടത്ത് നിന്ന് കിട്ടി? ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കേരളത്തിലുണ്ടായിരുന്നല്ലോ, അത് ഇപ്പോഴും ഉണ്ടല്ലോ. പാലക്കാട്, ഞാൻ അത് പറഞ്ഞു വരുന്ന സമയത്താണ് നിങ്ങൾ ഇടപെട്ടത്. പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ എന്താ? സമരം ഇന്നലെയല്ലേ അവസാനിച്ചത്? ഇടുക്കി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അടച്ചുപൂട്ടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? മെഡിക്കൽ കോളേജുകളിൽ ചികിത്സയ്ക്ക് പോകുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താ? കയ്യിൽ സർജറി ചെയ്യേണ്ടത് കണ്ണിൽ സർജറി ചെയ്യുന്നു, കണ്ണിൽ സർജറി ചെയ്യേണ്ടത് കയ്യിൽ സർജറി, ഇത്തരത്തിലുള്ള സാഹചര്യമില്ലേ? അപ്പോൾ ഞാനിത് പറയുന്ന സമയത്ത് നീറ്റ് പരീക്ഷയുടെ വിഷയം മാത്രമല്ല ഇതും ഉണ്ട് എന്ന് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ അതെന്താ കേൾക്കാൻ വേണ്ടി? രാജ്യവ്യാപകം ഞാൻ വരാം. ഈശ്വരപ്രസാദ് ആർഷോ എങ്ങനെ അതിനെ സമീപിക്കുന്നു എന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. നീറ്റുമായി ബന്ധപ്പെട്ട് ABVP പറയുന്ന ഇതാണ്. ഒന്ന്, ഈ പരീക്ഷ റദ്ദു ചെയ്യേണ്ടതില്ല, ക്രമക്കേടുകൾ പരിഹരിക്കണം, CBI അന്വേഷണം വേണമെന്ന് ഈ ഹർജിയിൽ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടത് ABVPയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി കേരളത്തിലേക്ക് വന്നാൽ അദ്ദേഹം ഏറെ ശ്രമിക്കുന്നത്, കേരളത്തിലും കുറേയേറെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. ചില സർവകലാശാലകളിലെ പാടത്ത് നിന്ന് ചോദ്യപേപ്പർ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആർഷോ എന്തു പറയുന്നു? മറുപടി. അങ്ങനെ ഒരു പാടത്തു നിന്നും ചോദ്യപേപ്പർ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇതിനകത്ത് വളരെ വിദഗ്ധമായി ABVPയുടെ പ്രതിനിധി വിഷയം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചോദ്യം വളരെ ഡയറക്റ്റാണ്. ഈ നിലയ്ക്ക് ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ള സാഹചര്യത്തിൽ, ഈ നിലയ്ക്ക് വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ആ പുനഃപരീക്ഷ നടത്തുന്നതിന് വേണ്ടി നിലവിലുള്ള റിസൾട്ട് ക്യാൻസൽ ചെയ്ത് പുനഃപരീക്ഷ നടത്തുന്നതിന് വേണ്ടി ABVP കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുമോ? കേന്ദ്ര ഗവൺമെൻറ് അതിന് തയ്യാറാകുമോ എന്നുള്ളതാണ് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഞങ്ങളുടെ ചോദ്യം. അതിന് തയ്യാറാകുന്നില്ല.
അപ്പം ഈ വിഷയമൊക്കെ ഉണ്ടാകുമ്പോൾ ബഹുമാനപ്പെട്ട കോടതി ഇടപെടൽ ഉണ്ടാകുമ്പോൾ മാത്രമാണല്ലോ ഇതിനകത്ത് മാറ്റം ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞ ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്ത കുട്ടികളുടെ റീ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇതിനകത്ത് സ്വമേധയെ ബോധ്യപ്പെട്ടെടുത്ത തീരുമാനമല്ലോ, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു ഇടപെടലുമല്ലല്ലോ. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുനഃപരീക്ഷ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്ത കുട്ടികൾക്ക് പുനഃപരീക്ഷ നടത്തണം എന്ന് പറഞ്ഞ ഘട്ടത്തിൽ ഇവരത് നടത്താൻ വേണ്ടി തയ്യാറാകുന്നു. ഇനി നാളെ ഈ പരീക്ഷ ക്യാൻസൽ ചെയ്യണമെന്ന് കോടതി ഇടപെട്ടാലല്ലാതെ ഇതിനകത്ത് ഈ ക്രമക്കേട് ബോധ്യപ്പെട്ട് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്ത് ഇടപെടലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത്? അങ്ങനെ എന്ത് ഇടപെടൽ നടത്തണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ABVP പറയുന്നത്. ഇനി പോട്ടെ, ഈ ആശുപത്രികളുമായി ബന്ധപ്പെട്ടപ്പോൾ കേരളത്തിൽ നിങ്ങൾ സൂചിപ്പിച്ച മാതിരിക്ക് ഈ പറഞ്ഞ പല മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് പുതിയ മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് വിഷയമുണ്ടെന്നേ. ഇപ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജിൽ വിഷയം ഉണ്ടായിരുന്നു, ഈ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ഇടങ്ങളിൽ അവിടെ സമരം ചെയ്ത വിദ്യാർത്ഥി സംഘടനയുടെ SFI എന്ന ആ സമരത്തിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. ഞങ്ങൾ കേരള സംസ്ഥാന സർക്കാരിനോട് അത് അടിയന്തരമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ സമരം ചെയ്തു. ഈ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഈ പറഞ്ഞ പോലെ പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ സമരത്തിലുണ്ടായിരുന്നു, SFI സമരത്തിലുണ്ടായിരുന്നു. ABVP ഞങ്ങളാരും ആ സമരത്തിലും കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ വിഷയത്തിനകത്ത് കൃത്യമായിട്ട് ഇടപെടുകയും അതിനകത്ത് സംസ്ഥാന സർക്കാരിനോട് സമരം ചെയ്യേണ്ട ഘട്ടത്തിൽ അതിനും ഞങ്ങൾ തയ്യാറാവുന്നുണ്ട്. ഈ പറഞ്ഞ വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾക്കകത്ത് ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കാനും തയ്യാറാവുന്നുണ്ട്. ഈ നിലക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിനോട് പുനഃപരീക്ഷ നടത്തണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടി നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇനി മറ്റേ മെഡിക്കൽ കോളേജുകളുടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടും ഇപ്പോൾ 2022 NMC വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള തീരുമാനമാണല്ലോ. നേരത്തെ മുൻപായിരുന്നു എന്നുണ്ടെങ്കിൽ പുതുതായിട്ടൊരു സ്വാശ്രയ മെഡിക്കൽ കോളേജ് ആരംഭിക്കണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 2 വർഷമെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആശുപത്രികളിൽ മാത്രമേ മെഡിക്കൽ കോളേജിന് അനുവാദം കൊടുക്കലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2022 NMC വന്നതിന് ശേഷം അവർ അതിനകത്ത് മാറ്റം വരുത്തിയില്ലേ? ഏതൊരാൾക്കും ആശുപത്രി ഇല്ലെങ്കിൽ പോലും ഇവിടെ മെഡിക്കൽ കോളേജ് ആരംഭിക്കാം എന്നുള്ള നിലയിലേക്കുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലേ? രാജ്യത്തെ വിവിധ മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി എന്താ? അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ ആ നിലയിലൊക്കെ നമുക്ക് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാണ്. ആ നിലയിലൊക്കെ ചർച്ച മുന്നോട്ട് പോയിക്കോട്ടെ. എന്നാൽ ഇവിടെ ഗൗരവപരമായിട്ടുള്ളൊരു വിഷയത്തിന്റെ ദിശ മാറ്റാൻ വേണ്ടി തയ്യാറാകുകയാണ്. ആ വിഷയം ചർച്ചയാകരുത് എന്നുള്ളത് ഇവർ ആഗ്രഹിക്കുകയാണ്. ആ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ഇടപെടലും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ 2 സാധ്യതകളാണ് നമ്മുടെ മുൻപിലുള്ളത്. ഒന്ന്, സംസ്ഥാന സർക്കാരുകളെ സംബന്ധിച്ച് സാധ്യമാകുന്നത്ര പ്രഷർ ഈ വിഷയത്തിനകത്ത് സംസ്ഥാന സർക്കാരുകൾ കൊടുക്കണം എന്നുള്ളതാണ് SFIക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുപോലെ തന്നെ നിലവിൽ നിയമപരമായിട്ടുള്ള ബഹുമാനപ്പെട്ട നീതിപീഠങ്ങളുടെ ഇടപെടലിലൂടെ മാത്രമേ ഇതിനകത്ത് പരിഹാരം ഉണ്ടാകൂ. അല്ലാതെ ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി, ഈ വിദ്യാർത്ഥികൾക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സ്വമേധയായിട്ടുള്ള ഒരു ഇടപെടലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തൽക്കാലം ഈ ഘട്ടത്തിൽ ഞങ്ങൾക്കില്ല. അങ്ങനെ പ്രതീക്ഷ നൽകുന്ന ഒരു ലക്ഷണവും ഈ ഘട്ടം വരെ കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. റൈറ്റ്. ഇവിടെ ഈശ്വർ പ്രസാദ്, ഞാൻ ഡോക്ടർ ഫസൽ ഗഫൂറിലേക്ക് വരാം. അതിന് മുമ്പ് ഈ കാര്യത്തിൽ ഒരു മറുപടി താങ്കളുടെ ഭാഗത്ത് നിന്ന് വേണം. അത് വീണ്ടും ആർഷോ താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടാണ്, അതേക്കുറിച്ച് മാത്രം. അതായത് ഇത്രയേറെ ഗൗരവമായ പ്രശ്നം, CBI അന്വേഷണം വേണം, നടക്കട്ടെ എന്ന് ABVPയും പറയുന്നുണ്ടല്ലോ. അങ്ങനെ സംശയാസ്പദമായ നിലയിൽ ഈ ലിസ്റ്റിൽ കടന്നു കയറിയവർ അങ്ങനെ പഠിക്കുകയും അതേസമയം അവരെ ആ ലിസ്റ്റടക്കം CBI അന്വേഷിക്കുകയും ചെയ്യുന്നതിൽ വല്ലാത്തൊരു യുക്തിരാഹിത്യമുണ്ട്. അവിടെ സ്വാഭാവികമായും വേണ്ട ഇത്രയധികം ക്രമക്കേടുകൾ കണ്ടൊരു പ്രശ്നത്തിൽ പുനഃപരീക്ഷയല്ലേ വേണ്ടത് എന്ന് SFI ചോദിക്കുന്നു. ABVP അതിനൊപ്പം നിൽക്കുമോ? ABVPയുടെ നിലപാട് എന്താണ്? അത് കൃത്യമായിട്ട് കോടതി ഇടപെട്ടിട്ടുള്ള വിഷയമാണ്. കോടതിയുടെ അതിലുള്ള നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് ABVP കാത്തിരിക്കുകയാണ്. കാരണം അത്തരമൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പുനഃപരീക്ഷ നടത്തണം. നിങ്ങളുടെ പരിശോധനയിൽ അങ്ങനെ അത്തരമൊരു സാഹചര്യം ഉണ്ടോ? കോടതി പ്രസാദ്, ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ നിങ്ങളുടെ പരിശോധനയിൽ ഞങ്ങളുടെ ഈശ്വർ പ്രസാദ്, പുനഃപരിശോധനയുടെ ഒരു സാഹചര്യം ഉണ്ടോ? വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ നിങ്ങൾ മനസ്സിലാക്കിയത് എന്താണ്? തീർച്ചയായിട്ടും ഇത്തരത്തിൽ വലിയ ക്രമക്കേട് നടത്തുന്നതിൽ പുനഃപരീക്ഷ നടത്തുകയും അതോടൊപ്പം തന്നെ ഇത്തരം ക്രമക്കേട് നടത്താൻ വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് നടപടി എടുക്കണം എന്നുള്ളത് തന്നെയാണ് ABVP ദേശീയ തലത്തിൽ അങ്ങനെ ഒരു നിലപാട് അവതരിപ്പിച്ചിട്ടുണ്ടോ? വരും കാലഘട്ടങ്ങളിൽ ABVP ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാരിനോടടക്കം ഈ പരീക്ഷ, ഈ റാങ്ക് ലിസ്റ്റ് വിശ്വസനീയമല്ല, പുനഃപരീക്ഷ വേണം എന്ന് ABVP ആവശ്യപ്പെട്ടിട്ടുണ്ടോ?
തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണല്ലോ CBI അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ CBI അന്വേഷണം വേറെ, അപ്പൊ അത് കൃത്യമായിട്ട് കോടതിയുടെ നിരീക്ഷണത്തിലും കൂടിയുള്ള കാര്യമാണ്. അപ്പോൾ രണ്ടും രണ്ടാണ്. ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. അത്തരത്തിൽ ഒരു നിലപാട് എടുക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കോടതിയുടെ നിരീക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കോടതിയുടെ നിരീക്ഷണത്തിനുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഇതുവരെ ഇപ്പോൾ ആ തീരുമാനം എടുത്തിട്ടില്ല. ഇല്ല, ABVP ഇപ്പോൾ ആ തീരുമാനം എടുത്തിട്ടില്ല. അതല്ലേ കറക്റ്റ്? ഇപ്പോൾ ആ തീരുമാനം ഇല്ല. അല്പം മുമ്പ് താങ്കൾ പറഞ്ഞു ആ നിലപാടാണ് ABVPക്ക് എന്ന്. അല്ല, ഞങ്ങൾ പറഞ്ഞത് ഈ കോടതിയുടെ നിരീക്ഷണത്തിലുള്ള കാര്യമാണ്. അത് മനസ്സിലായി. കാര്യങ്ങൾ വന്നാൽ ആദ്യം താങ്കൾ പറഞ്ഞു ഈശ്വർ പ്രസാദ്, ഞങ്ങളും ആ നിലപാടാണ് എടുക്കുന്നത്, പുനഃപരിശോധന നടക്കട്ടെ. ഇപ്പോൾ താങ്കൾ പറയുന്നു അങ്ങനെ ഒരു നിലപാട് ABVP എടുത്തിട്ടില്ല. വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട്, അങ്ങനെയല്ല പറഞ്ഞത്. ആ റാങ്ക് ലിസ്റ്റിനെ ABVP വിശ്വസിക്കുന്നുണ്ടോ? കോടതി നിരീക്ഷണത്തിൽ നീറ്റ് 2024 റാങ്ക് ലിസ്റ്റിൽ ABVPക്ക് വിശ്വാസമുണ്ടോ? അതുകൊണ്ട് തന്നെയാണല്ലോ, നോക്കൂ, ഞാൻ ലോജിക്കായ ഒരു കാര്യം ചോദിക്കട്ടെ. ABVP ഈ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞു എന്ന് വിശ്വാസ്യത ഉണ്ടെങ്കിൽ നിലപാട് പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ആ റാങ്ക് ലിസ്റ്റിൽ ABVPക്ക് വിശ്വാസമുണ്ട്. ഞാൻ വളരെ ലളിതമായ ഒരു കാര്യമല്ലേ ചോദിച്ചുള്ളൂ. ഞങ്ങൾ പറഞ്ഞല്ലോ ആ റാങ്ക് ലിസ്റ്റിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണല്ലോ ഞങ്ങൾ മന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് തയ്യാറായത്. ആ റാങ്ക് ലിസ്റ്റിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണല്ലോ ഞങ്ങൾ സമരം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. ആ റാങ്ക് ലിസ്റ്റിൽ കേന്ദ്ര സർക്കാരിന് വിശ്വാസം ഉണ്ടെങ്കിലോ കൃത്യമായിട്ട് അടുത്ത വർഷം ആ റാങ്ക് ലിസ്റ്റിൽ കേന്ദ്ര സർക്കാരിനും NTA-ക്കും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും ഒക്കെ വിശ്വാസമുണ്ട്. ഞങ്ങൾ സമരം ചെയ്യും. ഞങ്ങൾ സമരം തുടങ്ങിയല്ലോ. എന്ത് പറഞ്ഞാണ് സമരം? പുനഃപരീക്ഷ ആവശ്യപ്പെട്ടാണോ? കൃത്യമായിട്ട് ഇത് പുനഃപരിശോധിക്കണം, പുനഃപരിശോധന നടത്തണം എന്ന് വെച്ചാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും 24 ലക്ഷം വിദ്യാർത്ഥികൾക്ക് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും, യാതൊരു സംശയവും വേണ്ട. പക്ഷേ അവരെഴുതിയ പരീക്ഷ ഒന്നാം തരം കള്ളത്തരമായിരുന്നു എന്ന ഒരു ഫീലോടെ ജീവിക്കുന്നതിലും നല്ലത് കഷ്ടപ്പെട്ടാലും വീണ്ടും എഴുതാം എന്നവർ തീരുമാനിക്കും. സ്വാഭാവികമാണ്. അങ്ങനെ 24 ലക്ഷം വിദ്യാർത്ഥികൾക്കും വീണ്ടും പരീക്ഷ എഴുതാനുള്ള ഒരു അവസരം ഈ രാജ്യത്തുണ്ടാകണം. അങ്ങനെ ഒരു പുനഃപരീക്ഷ ഇക്കാര്യത്തിൽ വേണം. ABVP പറയുമോ? തീർച്ചയായിട്ടും. ഞാൻ അതാണ് പറഞ്ഞു വന്നത്. കോടതിയുടെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷ നടത്തണം. അതിലെന്താണ് ക്ലിയർ ആണോ ഈശ്വര പ്രസാദ് പറയുന്നത്? അത് തന്നെയാണ് ABVP ഇക്കാര്യത്തിൽ നിലപാട് എടുക്കുന്നു, അതോ ഒളിച്ചു കളിക്കുന്നു? ഹർഷയ്ക്ക് എന്താണ് തോന്നുന്നത്? ഹർഷോ, അല്ല, അവരിതിനകത്ത് വളരെ വ്യക്തമായി ഒളിച്ചു കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ABVPയെ സംബന്ധിച്ചും അവർ ആ നിലയിലേക്കുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. രണ്ട്, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇതിനകത്ത് പാലിച്ചുകൊണ്ടിരിക്കുന്ന മൗനം തന്നെ സൂചിപ്പിക്കുന്നത് കൃത്യമായിട്ടുള്ള പങ്ക് ഈ തട്ടിപ്പിനകത്ത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. കാരണം അതുകൊണ്ടാണ് ഈ ഘട്ടം വരെ കേന്ദ്ര സർക്കാരിൻ്റെതായ ഒരു ഇടപെടലും ഇതിനകത്ത് ഉണ്ടാവുന്നില്ല. കോടതി പറയുന്നതല്ലാതെ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇടപെടലല്ലാതെ ആ ഇടപെടൽ അനുസരിക്കുകയല്ലാതെ വേറെ ഗത്യന്തരമില്ല. സ്വാഭാവികമായും അങ്ങനെ കോടതി ഇടപെടലിലൂടെ അല്ലാതെ ഇവിടെ നീതി ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. ഈ വിദ്യാർത്ഥികൾക്ക് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ആ നിലയിൽ വിദ്യാർത്ഥി വിരുദ്ധമായി ഈ നാട്ടിലെ വിദ്യാർത്ഥികളെ, ഈ നാട്ടിലെ യുവതലമുറയെ വഞ്ചിക്കുന്ന നിലപാടിലേക്ക് അത് കഴിഞ്ഞ കുറെ നാളുകളായി, കഴിഞ്ഞ 10 വർഷക്കാലമായി കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ഗവൺമെന്റ് വിദ്യാർത്ഥികളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഇത് തന്നെയാണ്. ആ നിലപാട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അഴിമതിക്കാർക്ക്, തട്ടിപ്പുകാർക്ക് സഹായം നൽകുന്നതിന് വേണ്ടി, അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമായി ഈ രാജ്യത്തെ സർക്കാർ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന, കള്ളന്മാരെ പിന്തുണയ്ക്കുന്ന, കള്ളന്മാരുടെ സംരക്ഷകരായിട്ടുള്ള ആളുകളായിട്ട് കേന്ദ്ര ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കുന്ന. ഡോക്ടർ ഫസൽ ഗഫൂർ, ഞാൻ ഇടവേളയിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം, പുനഃപരീക്ഷ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇതിനകത്തുണ്ടല്ലോ. ഇത്തവണത്തെ ഈ പരീക്ഷ എഴുതപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവരെല്ലാം ഒരുപോലെ വഞ്ചിതരായവരാണ്. അതിൽ കുറേ ആളുകളെ മാറ്റി നിർത്താൻ കഴിയില്ല. കുറേ സെൻറ്റർ മാത്രമാണ് കുഴപ്പം എന്ന നിലയിൽ കാണാൻ കഴിയില്ല. കണ്ടെത്താൻ കഴിയാത്ത തരത്തിൽ ഈ വിഷയം അതിൻ്റെ ഒരു വ്യാപ്തിയുണ്ട് എന്നുള്ളതും വ്യക്തമായി കഴിഞ്ഞു.
അങ്ങനെ വരുമ്പോൾ പുനഃപരീക്ഷ എന്നുള്ള ആശയം, അതിൻ്റെ സാധ്യത, അത് എങ്ങനെ പരിഗണിക്കപ്പെടണം? അതിനെന്താ അത്ര വലിയ പ്രശ്നമുള്ളത്? ഈ കുട്ടികൾ അല്ലെങ്കിൽ തന്നെ ഇതിലൊരു 80% പേര് 90% പേര് വീണ്ടും പരീക്ഷ എഴുതുന്നവരോ. അപ്പം അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. മുമ്പ് പറഞ്ഞ പോലെ അല്ലാതെ ഇപ്പം ഇതിൽ ഹൈ റാങ്ക് കിട്ടിയത് മാത്രമല്ലല്ലോ. അപ്പം അതെ, അപ്പം അതേതായാലും ഒരു പരീക്ഷ എഴുതാനെ കൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. മാത്രമല്ല, ഈ സിസ്റ്റം ഒന്ന് ക്ലീൻ ആക്കേണ്ടതുണ്ട്. അതൊന്ന് വ്യക്തത വരുത്തേണ്ടതുണ്ട് ഈ സിസ്റ്റത്തിന്. ഇപ്പോൾ മറ്റേ ഞങ്ങളുടെയൊക്കെ ആശയങ്ങളുണ്ടല്ലോ. സ്റ്റാലിൻ എന്താണ് ഇപ്പോൾ സ്റ്റാലിൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്? ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിലുള്ള പോരാട്ടം നടക്കുകയാണ്. അവിടെ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലെ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് അത് നമ്മൾ ലൈറ്റായിട്ട് എടുത്തിരിക്കുന്നത് മനസ്സിലായി. കാരണം നമ്മൾ ഒരു നഗരാധിഷ്ഠിതമായിട്ടുള്ള സ്റ്റേറ്റ് ആയതുകൊണ്ട് അപ്പോൾ ആ ഒരു ഇഷ്യൂ എടുക്കുന്നുണ്ട്. പിന്നെ ആ വ്യാപം സ്കാം അവിടെ പോയി. അതിൻ്റെ നമുക്കാർക്കും ഇപ്പോൾ ഒരു പിടുത്തമില്ല. അതിനെപ്പറ്റി അതിൻ്റെ പൊസിഷൻ എന്താണെന്നും എങ്ങനെ നിൽക്കുന്നു, ഫൈനലിൽ എവിടെ എത്തിയെന്നുള്ളത് അത് വളരെ ഗുരുതരമാണ്. കാരണം ഒരുപാട് ആൾ മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്ത ഒരു മെഡിക്കൽ എൻട്രൻസ് സ്കാമാണത്. അപ്പോൾ അതേമാതിരി ഇത് പല സ്റ്റേറ്റുകളെ ബാധിക്കുന്നതായതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് CBI തന്നെ ഏൽപ്പിക്കേണ്ടതായിട്ട് വരും. കാരണം ഒരു സ്റ്റേറ്റിന് മാത്രമായിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റിയ വിഷയമല്ലല്ലോ. അപ്പോൾ അതിൽ കുറച്ച് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഇതിപ്പോൾ എണ്ണം വളരെ കൂടുതൽ 1500 കുട്ടികളും കണ്ടില്ലേ. 1500 കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ എൻ്റെ സുഹൃത്ത് ഈശ്വരപ്രസാദ് പറഞ്ഞത് തെറ്റാണ്. നമ്മുടെ മെഡിക്കൽ കോളേജസ് ഒന്നും ഒട്ടും മോശമല്ല. ഇന്ത്യയിലെ കാര്യപ്പെട്ട മെഡിക്കൽ കോളേജ് കോഴിക്കോടും ട്രിവാൻഡ്രവും, തമിഴ്നാട്ടിൽ മദ്രാസും മധുരയും, ആന്ധ്രയിൽ ഒസ്മാനിയ ഹൈദരാബാദും വൈസാഗും, ബാംഗ്ലൂർ മെഡിക്കൽ കോളേജും ഏറ്റവും ടോപ്പ് റാങ്കിലുള്ളതാണ്. സൗത്ത് ഇന്ത്യയിലാണ് അധികം കോളേജസ്. മറ്റേതൊക്കെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കാര്യങ്ങളും പറ്റിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അല്ലാത്ത ഒരു കാര്യപ്പെട്ട ഒരു കോളേജ് ഉണ്ട് അഹമ്മദാബാദിലുണ്ട്, BJ മെഡിക്കൽ കോളേജ്. അല്ലാതെ കോളേജസൊക്കെ വളരെ 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 പരിതാപകരമാണ് വടക്കേ ഇന്ത്യയിലെ കോളേജുകളുടെ സ്ഥിതി. ഇതിപ്പോൾ ഇവിടുത്തെ കോളേജൊക്കെ പെട്ടെന്ന് ചാടിക്കറി കുറേ കോളേജ് അങ്ങനെ തുടങ്ങി. അതുകൊണ്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് കുറഞ്ഞു പോയി എന്നുള്ളൂ. ഏതായാലും എൻ്റെ സ്റ്റാൻഡ് ഇതിൽ വളരെ ക്ലിയറാണ്. ഈ നീറ്റ് പരീക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം തന്നെ എടുത്തു കളഞ്ഞിട്ട് അത് നടത്താനായിട്ടുള്ള പൂർണ്ണ ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഏറ്റെടുക്കണം. അതിൽ ഗ്രാമീണ പിന്നോക്ക വിദ്യാർത്ഥികൾക്ക് സംരക്ഷണം കിട്ടണം. ഈ കോച്ചിങ് മാഫിയയെ നമ്മൾ നിലക്ക് നിർത്തണം. ഇങ്ങനെ ഇതൊരു ബൃഹത്തായ ഒരു ഇഷ്യൂ ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗവൺമെൻറ്റിനെ കുടുക്കി സെൻട്രൽ ഗവൺമെൻറ് ഒരു മോനേരെ കൊണ്ട് നിർത്തണം മാത്രമല്ല വിഷയം കിടക്കുന്നത് ഈ ഒരു തെറ്റായിട്ടുള്ളൊരു സംവിധാനം ഏറെ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സംവിധാനം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു ജഡ്ജ്മെൻ്റാണ് നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള സമീപനം കേന്ദ്ര ഗവൺമെൻറ് ഇതിലെടുക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം അവർ മനസ്സിലാക്കണമല്ലോ ഇതുകൊണ്ട് ഓരോരോ സ്റ്റേറ്റുകൾ അവരും ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഈ പ്രശ്നമുണ്ടല്ലോ. ഞാനിപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ സൂചിപ്പിച്ചതുകൊണ്ട് ഈ ചർച്ച അതിൻ്റെ ഇടവേളയിലേക്ക് പോകും മുമ്പ് ഒരു പേര് ഓർത്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ചർച്ച പൂർത്തിയാക്കാനും കഴിയുകയുള്ളൂ. അത് നേരത്തെ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞ പോലെ തമിഴ്നാട്ടിലെ അരിയല്ലൂർ ജില്ലയിൽപ്പെട്ട ദളിത് പെൺകുട്ടി അനിതയ്ക്ക് 98% മാർക്കാണ് കിട്ടിയത്. എവിടെയാണ്? സ്റ്റേറ്റ് ബോർഡ് ഓഫ് സ്കൂൾ എക്സാമിനേഷൻസ് തമിഴ്നാട്ടിൽ ലഭിച്ചത് 98%. അതായത് 1200-ൽ 1176 മാർക്ക് 12ാം ക്ലാസ്സിൽ ലഭിച്ചതാണ്. പക്ഷേ നീറ്റ് പരീക്ഷയിൽ ദയനീയമായി പരാജയപ്പെട്ടു. സുപ്രീം കോടതിയിലെ മുമ്പാകെ പോയി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിച്ചു. പക്ഷേ അത് ആ നിലയിലേക്ക് അതിൻ്റെ പരിഹാരം വരാത്തൊരു ഘട്ടത്തിൽ അനിത എന്ന ദളിത് പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഈ രാജ്യത്ത് നമ്മൾ കാണേണ്ടി വന്നിട്ടുണ്ട്. അതേസമയം എന്താണ് അപ്പുറത്ത് ഫിസിക്സിനും കെമിസ്ട്രിക്കും പരാജയപ്പെട്ടവർ പോലും നീറ്റിൻ്റെ ദേശീയ പരീക്ഷയിൽ പൊതുപ്രവേശന പരീക്ഷയിൽ 720-ൽ 705 മാർക്ക് നേടിയ നാടായി നമ്മുടെ രാജ്യം നിൽക്കുമ്പോഴാണ് ഒരു ദളിത് പെൺകുട്ടിക്ക് 98% മാർക്ക് വാങ്ങിച്ച് ഈ നീറ്റ് പരീക്ഷയിൽ ഹാജരായി വളരെ ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതി. പക്ഷേ പുറന്തള്ളപ്പെടുന്നു എന്ന അവസ്ഥ. അതേസമയം ഫിസിക്സും കെമിസ്ട്രിക്കും തോറ്റവർ ഈ പറഞ്ഞ പോലെ 720-ൽ 705 നേടുന്നു. നിർദ്ദിഷ്ട സമയത്ത് പരീക്ഷ എഴുതാൻ പറ്റിയില്ല എന്ന വാദമുന്നയിച്ച് ഹൈക്കോടതികളിൽ പോയി മറ്റും ഒക്കെ കേസുമൊക്കെ കൊടുത്ത് ഗ്രേസ് മാർക്ക് വാങ്ങുകയാണ്. ഒടുവിൽ സുപ്രീം കോടതിയിലേക്ക് കേസ് വന്നപ്പോൾ അത് റദ്ദാക്കുന്നു. വിചിത്രമായ കാര്യങ്ങളാണ് ഈ രാജ്യത്ത് മെഡിക്കൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നിലയിലുള്ള അനിത എന്ന ആ പെൺകുട്ടിയെ കൂടി ദളിത് പെൺകുട്ടിയെക്കുറിച്ച് ഓർത്തുകൊണ്ട് മാത്രമേ ഈ രാജ്യത്തിൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസത്തെ അങ്ങേയറ്റം അപകടകരമായ തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ നീറ്റ് അഴിമതിയെക്കുറിച്ച് സംസാരിക്കാൻ ആ കുട്ടിയെ ഓർക്കാതെ പോകാനേ കഴിയില്ല. ഈശ്വരപ്രസാദ്, ഇതുമാത്രമല്ല ഇന്നത്തെ വാർത്തകളിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നുകൂടിയുണ്ട്. ഇപ്പോൾ NCERT പാഠപുസ്തകത്തിൽ നിന്ന് ബാബറി മസ്ജിദ് എന്ന വാക്ക് ഒഴിവാക്കി പകരം ശ്രീരാമൻ്റെ ജന്മസ്ഥലത്ത് പണിത 3 മിനാരങ്ങൾ എന്ന നിലയിലേക്ക് പരാമർശം വരുന്നു.
+2 പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകമാണ് ഈ വിധത്തിൽ പുറത്തിറക്കിയിട്ടുള്ളത്. വലിയ വിവാദവും വലിയ വിമർശനവും രാജ്യത്ത് ഉയരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. സ്വാഭാവികമായും സംഘ് പരിവാറിൻ്റെ സമീപനം, ചരിത്ര നിർമ്മിതി, പുതിയ ചരിത്രം നിർമ്മിക്കുക, പാഠപുസ്തകങ്ങളെ ഈ വിധം മാറ്റിയെഴുതുക എന്ന് പറയുന്ന നിങ്ങളുടെ വളരെ പ്രഖ്യാപിതമായൊരു നയമുണ്ട്. ആ നിലയിൽ തന്നെയാണ് ഇതും വരുന്നത്. എന്താണ് അതേക്കുറിച്ച് ABVP പറയുന്നത്? നോക്കൂ, ഈ ബാബറി മസ്ജിദുമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ചരിത്രകാരന്മാർ വിശദീകരിച്ചിട്ടുള്ളതാണ്. അതിനു മുമ്പൊരു ക്ഷേത്രമുണ്ടായിരുന്നു, അത് പൊളിച്ചാണ് ഈ ബാബറി മസ്ജിദ് കാര്യങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ചർച്ചയും കാര്യങ്ങളും നടന്നു. അവിടെ ഒരു ക്ഷേത്രവും ഉയർന്നു. ABVP ആധാരമാക്കുന്നത് ഏത് ചരിത്രകാരൻ്റെ ഏത് ഗ്രന്ഥത്തെയാണ്? പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇല്ലല്ലോ. വേറെ ഏത് ചരിത്രകാരനെ, കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരുടെ പിന്നാലെ പോകണോ? ഇല്ലല്ലോ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആ നിലയിലല്ല. സുപ്രീം കോടതിയിൽ പോലും അവിടെ നിന്ന ആ പള്ളി, ബാബറി പള്ളിയെ മാനിച്ചും അത് തകർത്തത് ഗുരുതര നിയമലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സാഹചര്യത്തിൽ ഒരു വിധിയിലേക്ക് പോയത്. ആ നിലയിൽ തകർക്കപ്പെട്ടതാണ് എന്നാണ്. അല്ലാതെ ശ്രീരാമൻ്റെ ജന്മസ്ഥലത്ത് പണിത 3 മിനാരങ്ങൾ എന്ന നിലയിലല്ല സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടുള്ളത്. അല്ല, തീർച്ചയായിട്ടും സുപ്രീം കോടതി അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ ഇനി വരുന്ന വിദ്യാർത്ഥികൾ അവർ ഉള്ളിൽ ഒരു കലഹം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും അവരുടെ മനസ്സിലുണ്ടാവരുത്. നിലവിൽ ആ വിഷയം അവസാനിക്കുന്ന രീതിയിൽ സുപ്രീം കോടതി അത് കൃത്യമായി അത് ഡീൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി വരുന്ന വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ തെറ്റായ അല്ലെങ്കിൽ വർഗീയ വിദ്വേഷം മനസ്സിലുണ്ടാക്കുന്ന രീതിയിലുള്ള വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് ഇനിയും മനസ്സിൽ ഇത് വെച്ചുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്ന അല്ലെങ്കിൽ ആക്രമിക്കുന്ന തരത്തിലേക്ക് പോകരുത് എന്നുള്ളത് കൊണ്ടാണ് വിദ്യാർത്ഥികൾ, കൊച്ചുകുട്ടികൾ ഇത് പഠിക്കേണ്ടതായി തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് NCERT തന്നെ ഇന്ന് അതിൽ വിശദീകരണവും നൽകിയിട്ടുണ്ട്. NCERTയുടെ ഏജൻഡി അല്ല. അതാരാ പറയേണ്ടത്? അല്ല, അങ്ങനെയും കൂടി ഒരു ഉറപ്പാണോ? സുപ്രീം കോടതി വിധി പറഞ്ഞല്ല. നിങ്ങളുടെ ഭരണകാലത്ത്, നിങ്ങൾ പിന്തുണയ്ക്കുന്ന മോദി ഭരണകാലത്ത് അതിന് ഓരോ ന്യായവാദങ്ങൾ ഉന്നയിക്കുന്നതുകൊണ്ട് ചോദിച്ചതാണ്. റൈറ്റ്. ഇവിടെ ആർഷയുടെ കൂടി അഭിപ്രായം, അതായത് NCERT ഡയറക്ടർ ദിനേശ് പ്രസാദ് കലാനി ഇന്ന് മാധ്യമങ്ങളോട് ഇപ്പോൾ ഈശ്വരപ്രസാദ് പറഞ്ഞ പോലെ സുപ്രീം കോടതി വിധിയെ ആധാരമാക്കിയാണ് പറഞ്ഞത്. NCERTയുടെ ഇന്നത്തെ വിശദീകരണവും ആധാരമാക്കിയാണ് പറഞ്ഞത്. അതിനെ നിങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് പലതരത്തിലേക്കും കൊണ്ടുപോവുകയാണ്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ എന്തിനാണ് കലാപത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ടത്? NCERTയുടെ ആ നല്ല മനസ്സ് മനസ്സിലാക്കുന്നുണ്ടോ ആർഷോ? അതിനകത്ത് ഇതിൽ സംഘപരിവാർ RSSനെ സംബന്ധിച്ച് കഴിഞ്ഞ 99 വർഷക്കാലത്ത് ഇന്ത്യ ചരിത്രത്തിൽ RSS നടത്തിയ നെഗറ്റീവ് ഷെയ്ഡുള്ള ഇടപെടലുകളുണ്ട്. ആ ഇടപെടലുകൾ അത്രയും അവരെ എല്ലാ കാലഘട്ടത്തിലും വേട്ടയാടും എന്നുള്ളതിനകത്ത് തർക്കമല്ല. അതിൽ ബാബറി മസ്ജിദ് തകർത്തതുണ്ട്, ഗുജറാത്ത് വംശഹത്യയുണ്ട്, ഗാന്ധിയെ വെടിവെച്ച് കൊന്നതുണ്ട്, ഈ രാജ്യത്ത് നടത്തിയ നിരവധിയായിട്ടുള്ള വർഗീയ കലാപങ്ങൾ, വംശഹത്യകളൊക്കെ ഉണ്ട്. ഇവയെല്ലാം സംഘപരിവാറിനെ വേട്ടയാടും എന്നുള്ളതിനകത്ത് തർക്കമല്ല. ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് സന്ധി ചെയ്തതുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായും ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നിന്നും മായ്ച്ചു കളയുക എന്നുള്ളത് RSSന്റെ പദ്ധതിയാണ്. അത് മായ്ച്ചു കളഞ്ഞ് അവർക്ക് അനുകൂലമായ ചരിത്രം നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന RSS ഇടപെടലിൻ്റെ RSS അജണ്ടയുടെ തുടർച്ചയുടെ ഭാഗമായിട്ടാണ് NCERT പാഠഭാഗങ്ങൾക്കകത്ത് നിന്ന് ഗാന്ധി വധം നീക്കം ചെയ്യപ്പെടുന്നത്, ഗാന്ധിയെ ഗോഡ്സെ കൊലപ്പെടുത്തി എന്നുള്ളത് നീക്കം ചെയ്യപ്പെടുന്നത്, ഗാന്ധിയെ കൊലപ്പെടുത്തിയതിൻ്റെ പേരിൽ RSSനെ ഇന്ത്യയിൽ നിരോധിച്ചു എന്നുള്ളത് നീക്കം ചെയ്യപ്പെടുന്നത്, ബാബറി മസ്ജിദ് എന്ന പേര് നീക്കം ചെയ്യപ്പെടുന്നത്, ഈ പറഞ്ഞ പോലെ ഗുജറാത്ത്
ഗുജറാത്ത് വംശഹത്യ നീക്കം ചെയ്യപ്പെടുന്നതൊക്കെ ഈ ഭൂതകാലം, ഈ ചരിത്രം RSSനെ വേട്ടയാടും എന്നവർക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ മായ്ച്ചു കളഞ്ഞ് പുതിയ ഇന്ത്യ ചരിത്രം എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള വിപുലമായ ശ്രമം നടത്തുന്നുണ്ട്. അത് പ്രതിഷേധാർഹമാണ്. അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഈ നാടിലെ ജനത മുഴുവൻ, ഈ രാജ്യത്തെ ജനാധിപത്യവും ഒന്നടങ്കം ശക്തമായ സമരത്തിന് ഇറങ്ങി പുറപ്പെടണം. കാരണം അത് ഇന്ത്യക്കെതിരായി, രാജ്യത്തിനെതിരായിട്ടുള്ള ഇടപെടലാണ്, രാജ്യത്തിന്റെ ചരിത്രത്തിനെതിരായിട്ടുള്ള ഇടപെടലാണ്, രാജ്യത്തിന്റെ ഭൂതകാലത്തിനെതിരായിട്ടുള്ള. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇതിലിപ്പോൾ ഈ ബാബറി പള്ളി എന്ന് തകർത്തതുമായി ബന്ധപ്പെട്ട പത്രവാർത്തകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. നേരത്തെ അതുമായി ബന്ധപ്പെട്ട രാജ്യത്തിൻ്റെ അങ്ങ് അധികം അകലെയൊന്നുമല്ലാത്ത നമ്മുടെയൊക്കെ ഓർമ്മകളിൽ നല്ലതുപോലെയുള്ള ഒരു സംഭവത്തെ, ഒരു അക്രമത്തെ, ഒരു ഹീനമായ പ്രവൃത്തിയെ, അതിൻ്റെ ശരിയായ നറേറ്റീവിനെ ആകെ മാറ്റുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 4 പേജുകൾ ഉണ്ടായിരുന്നത് 2 പേജായി വെട്ടിക്കുറയ്ക്കുന്നു. പേജ് കുറഞ്ഞതിലല്ല, പക്ഷേ അതിലൂടെ വരുത്താൻ ശ്രമിക്കുന്ന ഒരു പുതിയ ആഖ്യാനമുണ്ട്. ഇത് +2-ൻ്റെ പൊളിറ്റിക്കൽ സയൻസിൽ പാഠപുസ്തകത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റമാണ്. ഒട്ടും ചെറുതല്ലാത്ത അങ്ങേയറ്റം ഗൗരവമുള്ളത് തന്നെയാണ്. അതായത് 3ാം തവണ ഭരണത്തിലേക്ക് പോകുന്നതേ ഉള്ളൂ. മോദിയുടെ ഗ്യാരണ്ടിയും അല്ലെങ്കിൽ മോദി ഭരണം എന്നത് ഒരു മുന്നണി ഭരണം എന്ന് പറയാവുന്ന നിലയിലേക്ക് മാറിയിട്ടുമുണ്ട്. എന്നിട്ടും ഈ കാര്യങ്ങൾ, അതായത് വിദ്യാഭ്യാസ രംഗത്തെ തീവ്രവർഗീയ അജണ്ട എന്നതിൽ നിന്ന് പിറകോട്ടേക്കേ ഇല്ല എന്ന നിലയിലാണ് ഈ ഒരു മുന്നണി സർക്കാർ ഇതിലൂടെ പ്രഖ്യാപിക്കുന്നതെങ്കിൽ, വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ, ഡോക്ടർ ഫസൽ ഗഫൂർ, എന്താണ് താങ്കൾക്ക് ചുരുക്കി പറയാനുള്ളത്? കോടതി വിധിയിൽ, സുപ്രീം കോടതി വിധിയിൽ, അന്തിമ വിധിയിൽ പറയുന്നത് ബാബരി മസ്ജിദ് തന്നെയാണ്. പേരെടുത്ത് പറയുന്നത് ബാബരി മസ്ജിദ്. അപ്പൊ എന്ത് എഴുതി കഴിഞ്ഞാൽ അത് ബാബരി മസ്ജിദ് എന്ന് തന്നെ നമ്മൾ എഴുതണം. രാമജന്മഭൂമി ഉണ്ടായിക്കോട്ടെ, അത് നമുക്കെതിരെ നമ്മൾ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതേമാതിരി തന്നെ ഇന്ത്യയുടെ വിഭജന കാലത്ത് 10 ലക്ഷം പേര് മരിച്ചു. അത് നമ്മളിപ്പോൾ ഇല്ലാന്ന് നമ്മൾ പറയോ? ഉണ്ടായിട്ടില്ല എന്ന് പറയോ? നരഹത്യ ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ അതില്ലാന്ന് പറയോ? ആറ്റം ബോംബ് ഇട്ടിട്ട് 1 ലക്ഷം പേര് മരിച്ചു നാഗാസാക്കിയിൽ. അപ്പോൾ പറയോ അത് ജപ്പാനീസ് ചരിത്രത്തിൽ നമ്മൾ അത് പറയണ്ട, കാരണം ഇപ്പം അമേരിക്ക നമ്മുടെ കൂടെ നല്ല ബന്ധമാണെന്ന് ജപ്പാൻ പറയോ? അതൊക്കെ ഒരു കാല ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എഴുതപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ പെട്ട കാര്യങ്ങൾ അതിൽ എഴുതാം. പിന്നെ വല്ലാതെ ഇതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി കുഴപ്പമുണ്ടാക്കുന്ന രീതിയിൽ എഴുതണ്ട. പക്ഷേ ആ ഏറ്റവും ചുരുങ്ങിയ വസ്തുത അവിടെ പറയണമല്ലോ. ബാബരി മസ്ജിദ് എന്ന് പറഞ്ഞ പള്ളി അവിടെ ഉണ്ടായിരുന്നു. ആ പള്ളി പൊളിച്ച് തർക്കമുണ്ടായതിന് ശേഷം കോടതി വിധി വന്ന് എല്ലാവരും അത് അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ ബാബരി മസ്ജിദ് ആ വിഷയമേ ഇല്ലാതെ നേരെ ഈ NCERT ടെക്സ്റ്റ് ബുക്കിൽ 2019 തുടങ്ങുന്നത്. കോടതി വിധിയിലാണ് തുടങ്ങുന്നത്. കോടതി വിധി വളരെ ന്യായമായിരുന്നു. ആർക്കിയോളജിക്കൽ സർവേയുടെ അനുസരിച്ച്, ചരിത്രം അനുസരിച്ചിട്ട് വളരെ എല്ലാവരും ഇത് ഹാർദവമായി സ്വാഗതം ചെയ്തു. ഇന്ത്യയിലെ ജനത മുഴുവൻ ഇത് സ്വാഗതം ചെയ്തു എന്ന് എഴുതുമ്പോൾ അത് ഒരു പോർഷൻ മറച്ചു വെക്കുന്നുണ്ട്. അവിടെ പീഡിതരായിട്ടുള്ളൊരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൻ്റെ ദുഃഖം അല്ലെങ്കിൽ എന്തെങ്കിലും അവർ അനുഭവിച്ചിട്ടുള്ള ഇത് ഉണ്ടല്ലോ അവിടെ. അവർക്കൊരു ദുഃഖം ഉണ്ടല്ലോ, അവർ നഷ്ടപ്പെട്ടു എന്നുള്ള ആൾക്ക്. അപ്പോൾ അത് മറച്ചു വെക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നന്ദി ഡോക്ടർ ഫസൽ ഗഫൂർ, ഈശ്വരപ്രസാദ്, അതുപോലെ PM മാർഷോ ഞങ്ങളോട് സഹകരിച്ചതിനും ഈ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിനും.